ഹബീബായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ പഠിപ്പാട്ടിയ ഹദീസിൽ കണ്ട് ഒരു മനുഷ്യരുടെ വിജയ ചൊന്ന കൂട്ടത്തിൽ 3 വിഷയം ചൊല്ലുമ്പോ വ്യത്യസ്തമായ ഹദീസിൽ വ്യത്യസ്തമായ വിഷയം കണ്ട് ആ 3 വിഷയത്തിൽ ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ചൊല്ലു വൽ ജാറു സ്വാലിഹു, നല്ല നിരക്കര കിട്ടിത്താ അവനു ഗന്ധിയ അവനു വിജയിച്ച നിങ്ങളെ ഒത്തുര ഔത്തറങ്ങ നല്ല നിരക്കരടങ്ങമാ അങ്ങ കുറുപ്പാ തെന്നാത്ത നിരക്കരടങ്ങ ഗീബത്ത് ചൊല്ലില്ല, ഫിത്ന ചൊല്ലില്ല, ഫസാദാക്കില്ല, നല്ലതെന്തും മുടക്കില്ല. അങ്ങനത്തെ ഫിത്ന ഇല്ലാത്ത നിരക്കരടങ്ങ നിങ്ങൾക്ക് കിട്ടിത്താ ആ മനുഷ്യ ഗന്ധിയാട്ടിൻ റഹ്മത്തുൽ ലിൽ ആലമീൻ സയ്യിദുൽ വറാ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്നു. അതുകൊണ്ടല്ലേ അലി റളിയല്ലാഹു അൻഹു ചൊന്നില്ലേ, നിങ്ങൾ അകാക്കുമ്പോ പ്രത്യേകിച്ചിട്ടൊരു കാര്യം ശ്രദ്ധിക്കണു, ശൈത്താന്റെ പോക്ക് അവിടെ ഉണ്ടായില്ല എന്നല്ല. കുറെ പക്കാനുണ്ട് ശൈത്താന്റെ പോക്കുള്ള പക്കാൻ അതുകൊണ്ടല്ല അലി റളിയല്ലാഹു അൻഹു ചൊന്നു. അലി റളിയല്ലാഹു അൻഹു നീ ഒരു ഔത്ത് ഒരു പക്കെടുക്കുമ്പോ നീ ചിന്തിക്കണ എന്തിനാ ഒന്നുണ്ടാ ഒത്തുറ ഉത്തരങ്ങ 6 ഇട്ട് നോക്കണമെന്ന്. ഒത്തുറ ഉത്തരങ്ങ 6 പക്ക എത്ര സെൻസ് ഉണ്ടോട്ട് മാത്രമല്ല, അതേപോലെ പള്ളിയുടെ മുട്ട ഉണ്ടോട്ട് മാത്രമല്ല, മദ്രസത്തെ മുട്ട കൊണ്ട് മാത്രമല്ല, നിന്റെ നിരക്കേരുടെ ഗുണം 6 ഇട്ട് നോക്കണം. എന്താ കാരണം നിരക്കേരുടെ ഗുണം നല്ലില്ല കണ്ടെങ്കിൽ എപ്പോഴും നിങ്ങൾ പേച്ചാടിയോട്ടേക്കുവാറ് പേച്ചാടിയോട്ടേ ഇല്ലെങ്കിൽ പണ്ടത്തെ അങ്ങനെ ഒരു ഗാഥ ഉണ്ട്, പണ്ടത്തെ ബയസ്ത്രങ്ങളെ ഗാഥ. അത് നക്കുവത്തില്ലേ നാ ബയസ്ത്രാലെന്തോ അല്ലല്ലോ നുപ്പാടെ നിങ്ങൾ ഉണ്ടോണ്ടിരിക്കുമ്പോ ഉസ്താദ് ചൊന്തു ഞങ്ങൾക്ക് മീന്റെ കരിയമേ ഇറച്ച കരി വേണ്ട ബേസായിത്തല്ലേ അപ്പൊ നക്കായിട്ട് നണ്ടും കൂടി ഉസ്താദ് ബേസ്ത്രങ്ങളെ കൂട്ടത്തിൽ പെടുത്തി ഞാൻ ചൊന്നോട്ട് വന്നു. പണ്ടത്തെ ഒരു ഗാഥ ഉണ്ട്. എത്ര ഗാഥ ഒന്നുണ്ടാ ഓരിയ ആക ചോറും ജോക്കട്ടിൽ പൽക്ക ബേസ്ത്രങ്ങ ഇല്ലേ ഉള്ളാറല്ലേ കൊറിയ ബേസ്ത്രങ്ങ ഓരിയാക ഉമ്മമാർ കുന്തിക്കൂല്ലേ പണ്ടത്തെ പൽക്ക പണ്ടത്തെ ഒരു ഗാഥ ഓരിയാക ചോറു ചോറാണ്ടിക്കാലേ ഏത് അകെടുത്ത് നോക്കറോ നിങ്ങ ചോറിയട്ടി ഉണ്ടിപ്പ ചോറ് തന്നെ ഒന്നേത്ത ലീക്ക് ലാസ്റ്റ് നാനൊരു എഞ്ചിനീയർ റൗത്ത് പോയപ്പോ എഞ്ചിനീയർ റൗത്തിലും ചോറി ഉണ്ടു പസ വന്നുണ്ട് അല്ല എഞ്ചിനീയർ അകത്തെല്ലാം ശ്രദ്ധിച്ചിട്ടാക്കാലേ നോക്കുമ്പോ അയാളുടെ ചോറി ഉണ്ടു എന്റെ ചോറോ അയാളുടെ ചോറോ കാരണമല്ല ചെന്നോണ്ടുള്ളൂ പണ്ടത്തെ ഗാഥ ഉണ്ടു ഈ ചോറിന്റെ ಬಗ್ಗೆ അല്ല ചെന്നോണ്ടുള്ളൂ. പിന്നെ ഓരിയ അക ചോറു ഔത്തുറ ഉൽഗ എപ്പോഴും തകരാറുണ്ടായെങ്കിൽ ഔത്തുറ ഉൽഗം പരിസരത്തിലും എപ്പോഴും ഗലാട്ടേണ്ടായെങ്കിൽ ആ ഔത്തുല് എപ്പോഴും സമസ്യയിക്കൂ എപ്പോഴും ഉപദ്രവിക്കൂ എപ്പോഴും പ്രോബ്ലമിക്കൂ സീക്കിതപ്പാലെ 4 ഹോസ്പിറ്റലിൽ പോയി വരണായി വരൂ ഈ ഓരൊന്നെങ്ങനെ എപ്പ നോക്കിയെങ്കിലും തർക്ക ഔത്തുറ ഉൽഗത്തെ തർക്ക കൊറടിയാക്കണു. നല്ല കുടുംബജീവന വേണ ഞങ്ങളെ ഔത്തുറ ഉൽഗ സമാധാന വേണ ഔത്തുറ ഉൽഗത്തെ തർക്ക കൊറടിയാക്കണു. യാര പണ്ടയന്ത്ര എത്ര നല്ല ആകായെങ്കും ഉമ്മമാരെ നാന് പെണ്ണുങ്ങളെ ദൂരേട്ട് നിങ്ങൾ വിചാരിക്കേണ്ട കാരണം നന്റെ ഉമ്മമ്മ ഒരു പെണ്ണുങ്ങമേ നന്റെ പെണ്ണയും പെണ്ണെ നന്റെ എലോലും പെണ്ണെ നന്റെ മക്കം 2 പെണ്ണുമക്ക ഉള്ളാറ് ചൊന്നോണ്ടുള്ള പെണ്ണുങ്ങളെ ദൂരേണ്ടല്ല പെണ്ണുങ്ങളത്ര നല്ല കാറും ഇല്ല. അല്ലാഹു തആല നമുക്ക് വലിയ ബറക്കത്ത് കൊടുക്കട്ടെ. ഇത് ചൊല്ലുമ്പോ നിങ്ങൾ അർസവണ്ട ഇല്ലേ എന്നൊക്കൊന്നില്ല പെണിങ്ങ ചൊന്നിങ്ങ നല്ലങ്ങ അല്ലാഹുടെ തൗഫീഖ് കൊണ്ടിട്ടു ആണിങ്ങ വാദര സദസ്സിൽ വന്ന് ദയിക്കണമെങ്കിൽ വാദര ഉസ്താദര സൗണ്ട് കേൾക്കണു, അല്ലെങ്കിൽ സ്റ്റേജിൽ പറ്റിട്ട് ഉസ്താദര സൗണ്ട് കേട്ടെങ്കിൽ ആണിങ്ങ വന്ന് ദയിക്കുവാറ്. അതേ ടൈമിൽ പെണിങ്ങ അങ്ങനല്ല അങ്ങ അതേ വാദര സദസ്സിൽ വന്നിട്ട് ദയിക്കിടാറ് അങ്ങ് വാദ തുടങ്ങണത് കാത്തോട്ടിക്കിടാറ്. അങ്ങനെ നല്ല നീയത്തിൽ വാദര സദസ്സിൽ തന്നെ ദയിക്കിട എത്രമാ ഉമ്മ പെങ്ങന്മാരുള്ളാറ്. അല്ലാഹുവേ ഈ സദസ്സിലുമുള്ളാറ് നീ അങ്ങ് വലിയ ബറക്കത്ത് കൊടുക്കു റഹ്മാനേ. പക്ഷേ ഞാൻ ഉമ്മമാരട്ടെ ചൊല്ലട്ടാ ഇബാദത്തെല്ലാം വേണു വേണ്ടാണ്ടല്ല ആ ഇബാദത്ത് എന്തും ഇണ്ട് കൊറടിയില്ല ഉമ്മ ചൊല്ല ദിക്ർ എന്തും കൊറടിയില്ല തസ്ബീഹും കൊറടിയില്ല സ്വലാത്തും കൊറടിയില്ല അതിലെ ബറക്കത്ത് കൊണ്ടുവന്നു ഓർറതൊന്നും കൊറടിയായെങ്കിൽ കാരണം എന്റെ ഓറിയ അക എപ്പം ചോറൂ എപ്പോഴും ഔത്തുറ ഉൽഗ ഗലാറ്റമാ തകരാറ എങ്കിൽ ആ ഔത്തുറ ഉൽഗ എപ്പോഴും മുസീബത്തിക്കൂ എപ്പോഴും പ്രശ്നയിക്കൂ. ഇത് വെറുതെ കല്ല ചൊന്നോട്ടുള്ളൂ ചെറിയ വിഷയായിട്ടിക്കു. പക്ഷേ ഔത്തുലു പെണിങ്ങളെ നടുലു ഗലാറ്റ സുറായിട്ട് അത് കൊറടിയാക്കണുമ്മ അത് നിപ്പാട്ടണുമ്മ ಅದಕ್ಕೆ ಚೆಮ್ಮೆ ಅಧ್ವಾನ ಬೇನೂಂಟಿಲ್ಲ ಅವತುಲು ಪೆಣಿಂಗಲ ನಡುಲು ಆ ಗಲಾಟೆ ತಕರಾರು ಕೊರಡಿಯಾಕೋ ಚೆಮ್ಮೆ ಅಧ್ವಾನ ಬೇನೂಂಟಿಲ್ಲ ಶ್ರಮಿಚಂಗ ಒಂದು ಶ್ರಮಿಚಂಗ ಮೇಯಿ ಮರ್ಮೋಲು ಮಾಮಿಡ ಒಂದು ಕೋಡಿಂಗ ಮೇಯಿ ವರ್ಕ പിന്നെ ആ മാമിക്ക് മർമോളുടെ പിർസ കിട്ടുന്നത് ഞാനിത് വെറുതെ കല്ലോണ്ട് നേരെ ഒരു അടുപ്പുകാരിലെ കിച്ചൺ റൂമിലും മാമിയും മർമോലും സൊറാക്കിയടിക്കും ഒക്ക മാമിരട്ട ചെന്നേമേ ഫസ്റ്റ് വന്നപ്പ കാരണം സുറൂകു നീ നിന്റെ മാപ്പിടെ ഔത്തുകു നൂണ്ട സാർത്ത് നിന്റെ മാമി നിന്റെ മേൽ 2 കണ്ണല്ല ഇരിയ കണ്ണ വെച്ചിരിക്കണം
ഓല് എങ്ങനത്തെ ഓല് എന്നിട്ട് ഞാൻ നേരെ വെറുതെ ഒന്നുണ്ടല്ല സമാ നിന്റെ ഓരോ നടത്തവും നിന്റെ ചലന വലന നിന്റെ ഹറക്കത്ത് നിന്റെ സകനത്ത് എല്ലാം നിന്റെ മാമി ശ്രദ്ധിച്ചോണ്ടിരിക്കണേ. മാമി നിന്റെ മാപ്പിളുടെ ഉമ്മ അമ്മായിയുമായിട്ട് മാമി ആ മാമി ശ്രദ്ധിച്ചോണ്ടിരിക്കണേ. ഓലോ ഔത്തര വിഷയത്തിൽ എങ്ങനെ ഉള്ളാല് നന്റെ മോണ്ടം നണ്ടം തപ്പാട്ടാളാ ഔത്തുള്ള ഗലാട്ടാക്കുവാലാ കുടുംബ ബന്ധ ഉടക്കുവാലാ എല്ലോ ഫസ്റ്റ് മാമിയുടെ കൽബിൽ നിങ്ങളെ ಬಗ್ಗೆ ഒരു നല്ല അഭിപ്രായം വേണം. എന്താ നല്ല അഭിപ്രായം? അത് മാമിയുടെ ഒന്ന് ബോധ്യം കഴിച്ച് ഏത് മനുഷ്യക്കും പോതിരൊന്നും ഇഷ്ടം അതിരത്ര ഇഷ്ടമുള്ള വേറെന്തും ഇല്ല. വെറുതെ ചൊല്ലാ വന്നിട്ട് പക്ഷെ നല്ല പോതണ്ടാവാ എന്റെ പോതി രണ്ടാൻ ചൊല്ലുവാ. പക്ഷെ ഓന്റെ പോതിയെ ഓണ അവിടെ പുഗ്യ നോക്കിയെങ്കിലാ അങ്ങനെ ഉണ്ടോ? പോതില്ലെങ്കിലാ പോതില്ലെങ്കിൽ ബേജാറും അവിടെ ഉള്ളാർ കൊറിയ ചങ്ങായിമാറുള്ളാർ. അങ്ങനത്തെ ചങ്ങായിപ്പാട് ആർക്കും വേണ്ട. നിങ്ങൾ എല്ലാവരും ചെന്നോ ലാണികളട്ട ചങ്ങായി ചൊന്നെങ്കിൽ ചട്ടി ജോസ്തി ആ ജോസ്തി എല്ലാം ചൊല്ലുകൊള്ളാറല്ലേ. എങ്ങനെയും നിങ്ങൾ കൊറിയ ചങ്ങായിമാറുള്ളാർ ജാഗ്രതാക്കണോ. അങ്ങനത്തെ ചങ്ങായിമാർ നിങ്ങൾക്ക് ഭവിഷ്യത്തിൽ വലിയ ആപത്തായിട്ട് എന്താ ഞങ്ങളെ എല്ലാ സീക്രട്ടും കൊണ്ടിട്ട് ചൊന്നെങ്കിൽ അവർക്ക് സമാധാനം ഇല്ലെങ്കിൽ സമാധാനം ഇല്ല. ആരട്ടും ചൊല്ലുകാവാത്ത രൂപത്തിൽ നാ ഓർമ്മ പോണായി വന്ന് തിടുപേരിക്കാം. അതും കൊണ്ടിട്ട് ചൊല്ലണം. ഓണുക മീത്തു നാ പോയ വിഷയം കൊണ്ടായിട്ട് ഓണ്ടിട്ട് ചൊല്ലണ്ടനാ പോയേ അപ്പ കൊണ്ട് തീ തെല്ലും തീർത്ത് മൊജണ്ടേ ഇത്രമിനെ ചങ്ങായിട്ട് നന്ദിനി ചൊന്നിട്ടില്ലേ. അത് ചൊല്ലണായ വിഷയം അല്ല. ചൊല്ലണായതല്ലേ ചങ്ങായിട്ട് ചൊല്ലേ ചൊല്ലാത്ത മോള മംഗലത്തിന് വിരിക്കാത്ത പേരിൽ അല്ല നായി ചൊന്നിട്ടില്ലേ. ഓന്റെ ഒരു പേഴ്സണൽ വിഷയത്തിൽ ഒരാളുടെ ചൊല്ലു തീരാ ചൊന്നെങ്കിൽ അത് ഹൈറില്ലേ. അങ്ങനത്തെ ഉണ്ടായെങ്കിൽ ഓൺ ആർക്കും ചൊല്ലാട്ടല്ലേ പോയി പറഞ്ഞേ. പക്ഷെ പോയി വന്നപ്പമാ ഓന്റെ ചട്ടി ജോസിയുള്ള ബെസ്റ്റ് ഫ്രണ്ട് അവനോണ്ടിട്ട് മുഖം ഇങ്ങനെ പീങ് മാടി വെച്ചാ എന്തെല്ലാം മുഖത്തെ എങ്ങനെ ആക്കിയേ നീ ഇന്നലെ എവിടെ പോയാൽ കൊണ്ടുണ്ടോ നന്നിട്ട് ഒരു പൽക്ക ചൊന്നാൻ തന്നെ നിൽക്ക്. അത് ചൊന്നിട്ട് പോണായതല്ല. അങ്ങനത്തെ ചില നിൽക്കട് അങ്ങനത്തെ ചങ്ങായിപ്പാട് വേഗ വേഗ കലാറ്റായോണ്ടിക്കട്. അത് സമാഗമാരി കഷ്ട ചൊന്നോട്ട് വന്നേ മാമിയുടെ ഒന്ന് മർമ്മോൾ ബോധ്യമേ എത്ര ചൊന്ന വേഗത്തുണ്ടാ ഉമ്മ അടുപ്പുകാരിലൊക്കെ ഇങ്ങനെ സ്വറാക്കി വേണ്ടിക്കുമ്പോ കേട്ടേ ഉമ്മ പിന്നെ എത്ര വയസ്സ് ഉമ്മ എത്ര വയസ്സായിട്ട് അപ്പൊ നക്കിപ്പോ ഒരു 63 ആര് മാപ്പിളുടെ ഉമ്മ 60 അപ്പ ചെന്നമേ ഞങ്ങളുണ്ടാ നല്ലമ്മ ഈ 60 വയസ്സിൽ നിങ്ങൾ എത്ര ചന്തമുള്ളാറല്ലേ. നിങ്ങൾ 18ാമത്തെ വയസ്സിൽ എങ്ങനെ ഇക്കുവാറുമ്മ എങ്കിൽ പിന്നുണ്ടല്ലേ മോളെ നാ ഒന്ന് ചൊല്ലെ നിന്റെ തന്നെ എലോട്ടെന്നാ ചൊല്ലേ നീ ഗന്തി ആവത്തു ഒരു പക്ഷേ നിന്റെ ഭാഗത്തെ എന്തെങ്കിലും ചെറിയ തപ്പ് വന്നെങ്കിൽ പോലും നിന്റെ മാപ്പിളും മനസ്സമാക്കരുത്. ഉട്ല പറ ചെറിയ വയസ്സിലാവുള്ളേ നന്റെ എത്ര വയസ്സൊന്നായിട്ടില്ല. എപ്പം നിക്ക് സേഫ്റ്റി ആയിട്ട് നിന്റെ മാമി നിന്റെ ഔത്തുലിക്കട്. കാക്കും അതേപോലെ അഭിപ്രായം ഒന്നേ ഫസ്റ്റ് നിന്റെ കാക്കോ നിന്റെ ಬಗ್ಗೆ ಭಾರಿ ಜಾಗೃತಿ ಆಗಿಕೊಂಡಿಕ್ಕಡಿ ನೀ ಔತು ಕೊಂಡ ಸಾತ್ಗೆ ಓಲ್ ಹೆಂಗನೆ ಇಕ್ಕಡಾಲೆ ಔತ್ರ ಜವಾಬ್ದಾರಿ ಎಡ್ಕಡಾಲ ಇಲ್ಲೇ മോണ്ട ಬಗ್ಗೆ ಯಾರ ಕ್ಯಾರ ಕಿಡಾಲ ಇಲ್ಲೇ ಅದೆಲ್ಲ നോക്കിട്ട് നാളെ എന്തെങ്കിലും ചെറിയത് കിട്ടിയമേ ചിലപ്പോ കാക്ക അതിനെ കുറിച്ച് തോണ്ടിക്കൊണ്ടിരിക്കട്. അത് തോണ്ടാണ്ടിക്കോണ വന്നന്റെ കാക്കയുടെ ಬಗ್ಗೆ ഒരു നല്ല അഭിപ്രായം കാക്കയുടെ കാതുക കേക്കട രൂപത്തിൽ ചൊല്ലണം. കേൾക്കാത്ത രൂപത്തിൽ അയങ്കാവാലെ അല്ല കാത് സമൗണ്ടാണ് ഫസ്റ്റ് നോക്കണം. നോക്കിയിട്ട് അയാൾ കേക്കട രൂപത്തിൽ ചൊല്ലണം. എന്ത്ര ചൊല്ലണം ഒന്നുണ്ടാ മെല്ലെ അടുപ്പുകാരിൽ ഇങ്ങനെ സ്വറാക്കിക്കൊണ്ടിരിക്കുമ്പോ മാമിട്ട് കേൾക്കണം. ഉമ്മ അപ്പൊക്ക് എത്ര വയസ്സായിട്ടും അപ്പൊ ഞാൻ മാപ്പിളപ്പ അപ്പൊ എത്ര വയസ്സായിട്ടും അപ്പൊ നക്കി ആയിത്തിരി അറിവോ അപ്പൊ അതിൽ ഒരു എൽവാ വാട്ടിക്കാല ഞങ്ങൾ 10 വയസ്സ് ഗ്യാപ്പ് ഉണ്ട് ഞങ്ങൾ പൽക്കറിഞ്ഞ ആവശ്യം ഒരു എൽവായിട് അപ്പൊ ഒരു പൽക്ക ചെന്നമേ മാത്രം നിൽക്കി നോക്കണം. അപ്പുറം അതിൽ ഉണ്ടാണ്ട് അതിന്റെ കാതിക്ക് എത്ര ആണ്ട് നോക്കണം. എന്നിട്ട് നീ ചൊല്ലണം എന്താ സുബ്ഹാനല്ലാഹ് ഒക്കെ ഉമ്മ നിങ്ങൾ വെറുതെ ചൊല്ലേ. അപ്പൊ ഇങ്ങനെ കേക്കിട് അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടോ കൊറിയ ആണിങ്ങ വെച്ചിട്ടുള്ള എതിർത്ത റൂം പിന്നെ ലിവിംഗ് റൂം എൻട്രൻസ് ആളുടെ സോപ്പത്തിലായെങ്കും അങ്ങനെ കാതിക്ക് നടപ്പുകാരല്ല ഇങ്ങനത്തെ പൽക്കറിഞ്ഞുള്ള അറിയാം മാമിമാർ മൂലം തമ്മിലുണ്ട്. എന്നാ വെറുതെ ഒന്നുണ്ടല്ലോ നോക്കരുത് ഒന്നും ശരിക്കും നോക്കറുമ്മ. അപ്പൊ കാക്ക കേക്കട രൂപത്തിൽ ചെന്നും കഴിച്ച് അപ്പൊ എലോ മേസ് മാത്ര എന്തടി അങ്ങനെ കാണില്ലേ ഇല്ലമ്മ കാണില്ല. പിന്നെ എത്ര ആയിട്ട് കണ്ട് അയ്മ കേക്കടേ അയ്മ കുസിയല്ലേ അയ്മയുടെ മാപ്പിളല്ലേ. അപ്പൊ അയ്മ കുസിയായിട്ട് ഞാൻ എത്ര ആയിട്ട് കണ്ട് അപ്പൊ ചൊല്ലണം നീ കാണ്ടെങ്കിൽ അങ്ങനെ ചൊല്ലണം. എന്തിനാ ചൊല്ലണോ എന്താ ചൊല്ലണം ഒരു 40 എത്ര കണ്ട് യാറ കാണില്ലേ യാറ ചൊന്നെങ്കിൽ ഒരു 40 ചൊന്നു നോക്കൂ. പിന്നെ എന്തെങ്കിലും നിന്റെ മാമി മീത്തു നിന്റെ കിരിക്കിരിയാക്കിയെങ്കിലും അയാൾ വന്നിട്ട് അവിടെ അത് കൺട്രോൾ ആക്കിച്ചോണ്ടി എന്തികിടി പാവടി നിന്റെ വയസ്സ് എന്തില്ല ചെറിയ വയസ്സല്ലേ എന്തെങ്കിലും ചില തപ്പ് വന്നു പോകുന്ന സുധാരിച്ചിട്ട് പോ അയാൾ മാമിനിട്ട് വന്നു ചൊല്ലു. ആകെ അങ്ങനത്തെ ചെറിയ വിഷയമേ ഉള്ളേ അത് തീർക്കുകയുള്ളേ. കൗട്ടുംബിക ജീവനത്തിൽ ഔത്തുലു പെണിങ്ങല നടുലു എപ്പോഴും ചർച്ച പറകു തീറാ ആ ചർച്ചകളെല്ലാം കൊറടിയാക്കിട രൂപത്തിലുള്ള ഒരു ജീവന വേണു എങ്കിലാ ഇത് ഇങ്ങനെ അതാ എന്നെ ബീറ്റ് കൊടുക്കടാൽ മാറുള്ളാറ് കുടുംബത്തെ ഉൾക കുടുംബ ബന്ധത്തെ ഉടക്കുക ഫിത്ന കിടങ്ങ ഉള്ളാറ് ഓണി എത്ര നിസ്കരിച്ചിട്ടും പ്രയോജനമില്ല. ഫിത്നയുടെ അത്ര വലിയ ഡേഞ്ചർ വേറെ എന്തുമില്ല.
ഞാനിത് വെറുതെ അല്ല ചൊന്നോട്ടുള്ളൂ. കുടുംബത്തെ ഉൽക ഒടക്കുക ബേനായിട്ട് ഫിത്ന ആക്കിടാൽ മാറി. തഹജ്ജുദ് നിസ്കരിച്ചിട്ട് എന്ത് പ്രയോജന? പള്ളിയിൽ സുബഹി ജമാഅത്തുക ഒന്നാമത്തെ സഫുലു ഉസ്താദരെ പിറവില് വന്ന് നിന്നിട്ട് എന്ത് പ്രയോജന? പയ്യത്ത് കൊമ്പോമ്പോ സുബ്ഹാനല്ലാഹ് ഓടിട്ട് വന്നിട്ട് ഒരു കാല് നാന് പിടിക്കണോ, ഒരു കാല് നാന് പിടിക്കണോ, മയ്യത്ത് കട്ടിലിന്റെ ഒരു കാല് നാന് പിടിക്കണോ എന്നിട്ട് വന്നിട്ട് ഓടി വന്നിട്ട് സ്പർദ്ധ കാട്ടണു. അതുപോലെ ഖബറുക മയ്യത്ത്, അതാ ഖബറുൽ മയ്യത്ത് ദഫനാക്കുമ്പോ ഖബറുടെ മുട്ട പോയിട്ട് നിൽക്കണം. എല്ലാത്തും ഭാരി ഉഷാറ്. അതേ ടൈമിൽ ഫിത്നത്തുലും ഉഷാറ്, ഇബാദത്തുലും ഉഷാറ്, സത്കർമ്മത്തിലും ഉഷാറ്, എല്ലാത്തിലും ഉഷാറ്. അതുപോലെ ഫിത്നത്തുലും ഉഷാറ്. ഫിത്ന ആക്കിട്ട് കുടുംബത്തെ വടക്കിടാണികം പെണിങ്ങളെ ഫിത്ന ചൊന്നെങ്കിൽ അത്ര നല്ല സ്വറല്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ഫിത്നയുടെ ಬಗ್ಗೆ ചൊന്ന് പൽക്കെന്ത്ര കൊണ്ടുണ്ട. അൽ ഫിത്നതു നായിമതുൻ ലഅനല്ലാഹു മൻ ഐഖലഹാ. ഫിത്ന ഉറങ്ങിട്ടുള്ളതായിട്ട് ഉമ്മമാരെ ഫിത്നത്തുക യസർത്തിക്കല്ല. ഫിത്ന എപ്പോഴും ഉറങ്ങിട്ടിക്കിട്. ഇപ്പൊ നക്ക് വേണി കൂടെ വന്നിട്ട് ഫിത്നാക്ക ഫിത്ന ഇപ്പൊ ഉറങ്ങിട്ടിക്കിട്. ആ ഫിത്നയുടെ നാണ് നീത്ത് ഒന്തിയേ ഞങ്ങ ഫിത്നയുടെ ഒന്ത്രങ്ങാവോ തീറ. അൽ ഫിത്നതു നായിമതുൻ, ഫിത്ന ഉറങ്ങിട്ടിക്കിട്. ആ ഫിത്നത്തെ ആര് ഒന്തിയാണ്? ലഅനല്ലാഹു മൻ ഐഖലഹാ. ആ ഫിത്നത്തെ ഒന്തിയവണുകു അല്ലാഹുടെ ലഅനത്തുണ്ടു, അല്ലാഹുടെ റഹ്മത്ത് അവനുകു തപ്പെടു, അല്ലാഹുടെ ശാപ അവനുകൊണ്ടു. നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ചൊന്നത് വെറുതെക. അതുകൊണ്ട് കുടുംബത്തെ ഒടക്കൊട രൂപത്തിലുള്ളൂ ഫിത്ന ഞങ്ങളെ ഉൽക പറകു തീറ, ഫിത്നത്തെ പൽക്ക പറകു തീറ. ആയത്തര ഒടഞ്ഞിട്ടുള്ളതാ, അത് ആയത്തര സമാക്കിട പ്രയത്നം വരണു. നന്റെ ഒരു പൽക്ക കൊണ്ട് കുടുംബത്തിൽ ഒരു ഒടത്ത വന്നു പോക തീറ. ബദലായിട്ട് നന്റെ ഒരു പൽക്ക കൊണ്ടിട്ട് യന്ത്രവണു. അതേ കുടുംബത്തിൽ ഐക്യത വേണു. അതുകൊണ്ടല്ലേ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല അല്ലാഹു ചൊന്ന ഒരു ആയത്ത് നോക്കൂ. നിങ്ങൾ ഖൈറ ഫീ കസീരിൻ മിൻ നജ്വാഹു. അങ്ങനെ യാറത്തെ ചർച്ച ഉണ്ടല്ലേ, അതിൽ ഒരു ഖൈറും ഇല്ല കേട്ടോ. എത്രല്ല ചർച്ച ഞങ്ങാക്കിട യൗമ ഞങ്ങാക്കിയ ചർച്ച മീറ്റ് നോക്കിയെങ്കിൽ ഞങ്ങളെ റായ ദുബായ് ആയിട്ടാവണം. നാളത്തെ ചർച്ച എന്തല്ല ചർച്ച. പള്ളിയുടെ പുറത്ത് വന്നിട്ടെങ്കിലും ചർച്ചയായി, ഒരു മൗലൂദ് മജ്ലിസ് വന്നെങ്കിലും ചർച്ചമേ, മങ്ങിൽ തൗത്ത് പോയെങ്കിലും ചർച്ചമേ, റാത്തീബ് വന്നെങ്കിലും ചർച്ചമേ, എല്ലാം ചർച്ചമേ. ഏറ്റവും ചുരുങ്ങിയത് റാത്തീബ് കഴിഞ്ഞിട്ട് പോകുമ്പോൾ പൽക്കേക്കും എന്റെ ഇറച്ചി ഒരേ പീസ് ഇട്ടുള്ള ശീലങ്ങൾ, ഇറച്ചി ഒരേ പീസ് ഒന്ന് ആറിട്ട് എട്ടിട്ട് ആയിരല്ല ഒരേ പീസ്. ഇനി പെണിങ്ങട്ടായെങ്കിൽ അങ്ങ് ഒരു പീസ് കിട്ടിയെങ്കിൽ ഇതൊന്നരല്ലേ അയെങ്കിൽ യാറെ വേവണം. അപ്പൊ അങ്ങനെ ഒന്നിട്ടായിട്ട് മാത്രം ഇറച്ചി വെന്തിട്ടില്ല മാത്രമാണ്. അങ്ങനെ എന്ത് വിഷയം നിങ്ങൾ അത് യാറത്തൊന്നും കയറില്ല. നാണു നിങ്ങൾ ആക്കട യാറത്തെ ചർച്ചകൾ ഉണ്ടല്ലേ ഖുർആൻ കണ്ടു. ആ യാറത്തെ തർക്കത്തിലും ചർച്ചയിലും ഖൈറില്ല. ഞങ്ങളെ പൽക്കത്തിൽ ആകെ ഖൈറുള്ളതാ ഖുർആനതാ എന്നിട്ട് ഒരു രണ്ട് വിഷയ തീറ. നിങ്ങൾ അധിക പേനായിട്ട് പൽക്ക വരൂ, അധിക പേനായിട്ട് നിങ്ങളെ നാവിടെ പർത്തു കൊമ്പറൂ. സുൽത്താനുൽ ആരിഫീൻ അശ്ശൈഖ് അഹ്മദുൽ കബീർ റിഫാഇ റളിയല്ലാഹു അൻഹു. ഇത് മഹാന്റെ തിങ്ങലല്ലേ, മഹാന്റെ പേരിലുള്ള റാത്തീബിലുള്ള സദസ്സിലല്ലേ ഉള്ളൂ. ആ മഹാന്റെ ചരിത്രം ഒന്നവിടെ കണ്ട് മഹാന് ലാസ്റ്റ് മരിക്കുമ്പോ എങ്ങനെ മറിച്ചിട്ട് കൊണ്ടുണ്ടാവക്കാന ആഖിറു കലാമിഹി. ഈ ദുനിയാവിടെ മഹാനെ യാത്ര ചൊല്ലുമ്പോൾ ലാസ്റ്റ് ഫൽക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കലിമ ജോറ് ചൊന്നിട്ട് മഹാന് വഫാത്താവുടു. മഹാന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു ഞങ്ങൾക്ക് തൗഫീഖ് തരട്ടെ. ആ തൗഫീഖ് കിട്ടുക കാരണം എന്താ മൊത്തം ലാസ്റ്റ് മരിക്കുമ്പോ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ കലിമ ചൊന്നിട്ട് മഹാന് മരിച്ചിട്ട് അല്ലാഹു മഹാന്റെ ബർക്കത്ത് കൊണ്ടു ഞങ്ങൾക്കും അങ്ങനെ ചൊന്നിട്ട് മരിക്കും അല്ലാഹു ഭാഗ്യം തരട്ടെ. പക്ഷേ ആ ഭാഗ്യം മഹാന് കിട്ടോ കാരണം എന്താ ഒന്നുണ്ടാ ലാസ്റ്റ് മരിക്കുന്ന ടൈമിൽ എത്ര കഷ്ടബന്ധ് ചെറിയ കഷ്ടന്തോ അല്ല. മരിക്കുന്ന ടൈമിൽ ലാസ്റ്റ് അല്ലാഹു തആല ഒരു സീക്ക് കൊടുത്ത ചരിത്രത്തിൽ കണ്ട് എത്ര സീക്ക് കൊണ്ടുണ്ടാ ബാറ്ററി ഇങ്ങനെ പുറത്തു പോണ്ടു, സീക്ക് നിക്കില്ലേ പുറത്തേക്ക് ഇങ്ങനെ പോണ്ടു. ഒരു 4-30 വട്ട പുറത്തു പോണ്ടു. അങ്ങനെ ഒരു തിങ്കളുടെ കാണ്ടി ആറാ മഹാനക്ക് അങ്ങനെ അല്ലാഹു വലിയ പരീക്ഷ കൊടുത്ത മഹാന്മാർക്ക് അല്ലാഹു വലിയ പരീക്ഷ കൊടുക്കട. ബാറ്ററി ഇങ്ങനെ പോണ്ടമേ പോണ്ടു, ബാറ്ററി പുറത്തു പോണ്ടു. 4-30 വട്ട പോയി എന്താ അവസ്ഥ? ഞങ്ങൾ ജെൻഡർ കാട്ടി 6 വട്ട പോയെങ്കിൽ ഞങ്ങളുടെ അവസ്ഥ എന്തേ? അത് പരിഹാരം നേടാ. ഇത് ഒരു 4-30 കാട്ടി 6 വട്ട ലാസ്റ്റ് മരിക്കുന്ന ടൈം വരുമ്പോ ഒരു തിങ്കളുടെ കാട്ടി 6 അങ്ങനെ ആയിട്ട്. പക്ഷേ എന്നിട്ടും ആ മഹാൻ എന്താക്കി തോന്നുന്നുണ്ടാ പുറത്ത് പോയിത്താ വേഗം പോയിട്ട് ഉളു എടുത്തിട്ട് പാടുന്നുണ്ട് ജനറൊക്കെ നിസ്കരിക്കും. എന്റെ കാരണം മഹാൻ ആൽമാരട്ടെ ചൊന്നു കൊടുത്തോണ്ടിട്ട് നിങ്ങൾ എപ്പോഴും ഉളുവിലിക്കണു. ഉളു ഇല്ലാത്ത ഒരു ടൈം നിങ്ങൾക്ക് തീറാ. ഇപ്പൊ ഞാൻ നിങ്ങളുടെ ഈ സദസ്സിലുള്ള നിങ്ങൾക്ക് എത്ര ആൾ ഉളു ഉണ്ടു?
ഞങ്ങളെ വിചാരത്തിന് നിസ്കരിക്കുമ്പോൾ വുളു എടുത്തേ മെയ്യുണ്ട്, അല്ലെ മുസാഫ് കയ്യിൽ പിടിക്കുമ്പോൾ വുളു എടുത്തേ മെയ്യുണ്ട്. നിസ്കരിക്കുമ്പോൾ വുളു ഇല്ലെങ്കിൽ നിസ്കാര സമയമാവില്ലേ? മുസാഫ് തൊടണമെങ്കിൽ വുളു ഇല്ലാണ്ട് തൊടക്ക് തീറാ, അത് ഹറാമായിട്ടിക്കണേ. അതേ ടൈമിൽ അങ്ങനെ അല്ല, മഹാൻ എപ്പോഴും ആൽമാരട്ടെ ഉപദേശിച്ചുകൊണ്ടിട്ട് നിങ്ങൾ എപ്പോഴും വുളു ഉള്ളങ്ങായിട്ടിക്കണോ. നിസ്കരിക്കോ ഇക്കട്ടെ ഇക്കാട്ടിക്കട്ടെ ഉമ്മമാരെ, നിങ്ങൾക്ക് നിസ്കാരത്തിന് രജ ഇന്ന ടൈമായെങ്കും സമ എപ്പോഴും വുളു ഇക്കണോ. അത് വലിയ വിഷയമായിട്ടിക്കണേ. വുളു ഇല്ലാത്ത ഒരു ടൈമിക്കോ തീറാ. ഉറങ്ങുമ്പോ വുളു എടുത്തിട്ട് മുജാഹിദ് റളിയല്ലാഹു അൻഹു എങ്ങനെ ഉറങ്ങിയിട്ട് സയ്യിദുനാ മുജാഹിദ് റളിയല്ലാഹു അൻഹു ചരിത്രത്തിൽ കണ്ട് മഹാൻ ഉറങ്ങുമ്പോ ലാസ്റ്റ് പൽക്കെന്തരായിട്ട് തോന്നുന്നുണ്ട ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് ചൊന്നിട്ട് പിന്നെ ഉറങ്ങും. പിന്നെ ആരുടെ പൽക്കറില്ല, പിന്നെ എൻചെങ്കായിട്ട് എൻച്ചിട്ട് ഇല്ലേ മച്ചങ്ങ് പോയിട്ട് ലാസ്റ്റ് ഉറങ്ങുമ്പോ ലാസ്റ്റ് പൽക്ക ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊന്നിട്ട് ഉറങ്ങിയിട്ട്. അപ്പൊ എല്ലാരും വന്ന് കേട്ടോ ഇന്നാറ് നോക്കണങ്ങല്ല. അല്ല മുജാഹിദ് റളിയല്ലാഹു അൻഹു നിങ്ങന്റെ ജാവ് ഉറങ്ങുമ്പോ ലാസ്റ്റ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊന്നിട്ട് ഉറങ്ങണേ, അത് ചൊന്നു പിന്നെ വേറെ ഒന്നും ചൊല്ലില്ലല്ലേ. അപ്പൊ മഹാന് ചൊന്നോണ്ടിന്ത് ഈ ഉറങ്ങിയ വർക്കുണ്ടല്ലേ, ആ ഉറങ്ങിയത് എനിക്കു കൊണ്ടു ചൊന്നിട്ടു എന്ത്ര ഗ്യാരണ്ടി ഉണ്ടു? ഉറങ്ങിയത് അതൊരു മരിപ്പുക സമാന അല്ലേ? ആ ഉറങ്ങിയ വർക്കുണ്ടല്ലേ, അത് യസർത്താവോട് ചൊന്നിട്ടു എന്ത്ര ഗ്യാരണ്ടി ഉണ്ടു? എത്രമാൽമാർ ഉറങ്ങിയ ഉടമേ മറിച്ചു പോയില്ലേ? അതുകൊണ്ടായിട്ടിക്കണ് നാന് ഉറങ്ങിയെങ്കിൽ ആ ഉറങ്ങിയ ഉറക്കട നക്ക് യസർത്താവോട് ചൊന്നിട്ടു നക്കൊരു ഗ്യാരണ്ടി ഇല്ലല്ലേ. അതുകൊണ്ടല്ലേ ഉറക്കിടവയ്ക്ക പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഫുർഖാൻ ചൊല്ല ഒരു സൂറത്ത് ഖുർആനിലുണ്ട്. ആ ഖുർആനിൽ അല്ലാഹു തആല ചമ്മ വിഷയ ചൊന്ന കൂട്ടത്തിൽ അല്ലാഹു തആല ചൊല്ല നോക്കറു നിങ്ങ വഹുവല്ലദീ ജഅല ലക്കുമുൽ ലൈല ലിബാസാ വന്നൗമ സുബാതാ വജഅലൻ നഹാറ നുശൂറാ. എല്ലാത്തും ചാവു ആവാലെ, എല്ലാത്തും പോലു ആവാലെ. പോലുകുള്ള വിഷയങ്ങൾ വേറെ, ചാവുകുള്ള വിഷയങ്ങൾ വേറെ. പോൽമാനത്തെ അല്ലാഹു തആല പഠിച്ചത് കൊറിയ വിഷയത്തുകായിട്ടിക്കിട്, ചാവുമാനത്തെ അല്ലാഹു തആല പഠിച്ചത് വേറെ കൊറിയ വിഷയത്തുകായിട്ടിക്കിട്. അതുകൊണ്ടായിട്ടിക്കിട് സൂറത്തുൽ ഫുർഖാനിൽ അല്ലാഹുടെ ಬಗ್ಗೆ ചൊന്നവിടെ അല്ലാഹ് ആറുകൊണ്ടുണ്ട് വഹുവല്ലദീ ജഅല ലക്കുമുൽ ലൈല ലിബാസാ. ചാവുടെ അല്ലാഹു തആല നിങ്ങൾക്കൊരു ഡ്രസ് ആക്കി കേട്ടോ. അതേ ഡ്രസ് ഉള്ള കാരണം എന്തോ ചാവു ചൊന്നെങ്കിൽ ആറുകും കൊന്താവുള്ള ചിമ്മല്ലേ അത് മറയിട്ട് ആറുകും കൊന്താവുള്ള ചാവു ചൊല്ലത്. അതുകൊണ്ടായിട്ടിക്കിടെ ചാവുടെ അല്ലാഹു തആല നിങ്ങൾക്ക് ഒരു ഡ്രസ് പോലെ ആക്കിടാ. എന്നിട്ടാ വന്നൗമ സുബാതാ ഉറക്ക് നിങ്ങൾക്ക് നല്ല റാഹത്ത് അല്ലാഹു തആല തന്ന ആ ചാവത്തെ ഉറക്കുണ്ടല്ലേ, ആ ചാവത്തെ ഉറക്ക് നല്ല റാഹത്രതായിട്ടിക്കിട്. ഉറങ്ങണായ ടൈം എപ്പാ? എല്ലാ ടൈമും ഉറങ്ങുന്നതല്ല, ഉറങ്ങണ ടൈമു നേരായ ടൈമു ചാവായിട്ടിക്കിട്. ആ ചാവുല് നിങ്ങൾ ഉറങ്ങണു. കാരണം ചാവത്തെ ഉറക്കുണ്ടല്ലേ അത് തടിക നല്ല റാഹത്തായിട്ടിക്കിട്. ആ ചാവത്തെ ഉറക്ക് തടിക നല്ല റാഹത്തായിട്ടിക്കിട്. ഉമ്മമാരെ നിങ്ങളൊട്ട ചൊല്ലട്ടാ, നിങ്ങൾ ഔത്തറവുൽക എത്രേ സൊറയിക്കട്ട്. ഔത്തറവുൽക നിങ്ങളെ സ്വറ തീറില്ല ഉമ്മ, ഗ്യാരണ്ടി. നിങ്ങൾ അടുപ്പുകാരുടെ സ്വറ നിങ്ങൾക്ക് തീറുകില്ല. എത്രേ നിങ്ങൾ ആക്കിയെങ്കും സമാ. ആണിങ്ങ പെണ്ണിങ്ങ രണ്ട് സ്വഭാവം ഉണ്ട്. ഔത്തറ സ്വറ ചെന്നിങ്ങ ഔത്തറ കൺസ്ട്രക്ഷന്റെ സ്വറ തീറുണ്ടാ ഔത്ര സ്വറായിട്ടുണ്ടു, നിർമ്മാണ സ്വറായിട്ടുണ്ടു. ആ സ്വറ ഇങ്ങനെ ആയോണ്ടുണ്ടു, എല്ലാ സ്വറായിട്ടുണ്ടു. ഒക്കല് വെച്ച ഒക്കൊള്ളുണ്ട് എല്ലാരും പിലിച്ചിട്ട് എല്ലാവർക്കും ചോറ് കൊടുത്ത നല്ല വിഷയല്ലേ? അതൊരു സന്തോഷ വിഷയല്ലേ? നാലാൾക്ക് ചോറ് കൊടുക്കണേ ഒന്നെങ്കിൽ. അപ്പൊ ചോറ് കൊടുത്ത അപ്പൊ ബന്ധങ്ങളെല്ലാം കേക്കണെന്തേ എന്ത്ര കേക്കടോ സ്വറെല്ലാം ചിന്ത അങ്ങനെ ഒരു കേക്കലുണ്ട് ബന്ധങ്ങളെല്ലാരും. എവിടെ തീർറോ കാക്ക തീർറോ ഇന്നും ഉണ്ട് സ്വറ നോക്കണ നങ്കു വന്നാവാല ഈ സ്വറ ഇനി ഉണ്ട് എല്ലാം ഫിനിഷ് ആയിട്ടായിട്ട് എതിർത്ത ഇന്റർലോക്ക് ഇടക്കായിട്ട് കമ്പൗണ്ടഡ് ആക്കായിട്ട് എല്ലാം ഇട് അയക്ക് ഔത്ര സ്വറ പാട്ടി അയൽ കൊണ്ടുണ്ട് ഇല്ല ഇന്നും സ്വറ ബാക്കി ഉണ്ട് എവിടെ തീർറോ ഇല്ല എന്നിട്ട് അയാൾ ചൊല്ലെന്തരേ അതുകൊണ്ട് തീർന്നാട്ടി നോക്കി തെച്ചെങ്കാവാല നമ്മുടെ നോമ്പത്തല്ലേ വേഗം പിന്നെ ഒക്കലാക്കാൻ വന്നിട്ടു അങ്ങനെ ഒന്ന് ഒക്കലാക്കി ഈ ഒരു നോമ്പൊരു പുതിയ ഒത്തുള്ളൂ കൂടെ ഒക്കലാക്കി ബാക്കി പിന്നെ തെച്ചിട്ട് പിന്നാക്ക് പട്ടാൻ ഇതാണിങ്ങളെ തോന്നിയത് പെണിങ്ങളത് ഔത്ര ഉൽഗത്തെ സുബ്ഹാനല്ലാഹ് ക്ലീന്റെ സ്വറ ആ പെണിങ്ങളെ ഔത്ര ഉൽഗത്തെ ക്ലീന്റെ സ്വറ ഉണ്ടല്ലേ ആ ക്ലീന്റെ സ്വറ തീരോകില്ല. അല്ലാഹു തആല നിങ്ങളെ ഉമ്മ പെങ്ങന്മാർക്ക് വലിയ ബർക്കത്ത് കൊടുക്കട്ടെ. നിങ്ങൾ ഈ ആമീനത്ത് മെയ്യാവാല അല്ലാഹു വലിയ ബർക്കത്ത് കൊടുക്കട്ടെ. യാവുമ്മ ഈ ഒരു ഔത്ര ക്ലീൻ ബൈക്കട അങ്ങനെ ഒരു അധ്വാനം അങ്ങനെ ഒരു കഷ്ടപ്പാടും ഒരു ജോറ് റാമീൻ കൊടുക്കണം നോക്കാം. അല്ലാഹു നമുക്ക് നല്ല ബർക്കത്ത് കൊടുക്കട്ടെ. അങ്ങനെ കൈകാലം സുഖിട്ട് കൊടുക്കട്ടെ. മുട്ടു നൊമ്പല കൈ നൊമ്പല കൈകാല് വരി എല്ലാം അല്ലാഹു തആല ശിഫയാക്കി കൊടുക്കട്ടെ. ഔത്ര ഉൽഗ എത്രേ സ്വറ ഇന്നെങ്കിലും ഇല്ല കൊറിയ പെണിങ്ങ ദണ്ഡ വർഷം നോക്കിയാ ദണ്ഡ ഇപ്പൊ അത് എവിടെ ദണ്ഡ ഇപ്പൊ തൗത്തുല ഉണ്ട് ദണ്ഡ ഉണ്ട് ദമ്പ ഉണ്ട് പണ്ട് സംശയം ഞങ്ങൾ ഔത്തുള്ള നോക്കി ഇപ്പൊ നെനപ്പുണ്ടോ സംസാരക നമ്മ അങ്ങനത്തെ ഒരു ജീവന പലയ ജീവന ഞാൻ നേർക്ക് ഇപ്പൊ നിങ്ങളെ കേക്കണേ നമുക്ക് ആ പലയ ജീവന ഇപ്പൊ കിട്ടില്ലല്ലേ. ഇപ്പൊ എത്രേ സൗകര്യ കേട്ടെ പണ്ടത്തെ ഒരു ജീവന കിട്ട പണ്ടത്തെ ഒരു ലൈഫ് പണ്ടത്തെ ഹിരിയങ്ങ ഇണ്ട് ഞങ്ങളൊട്ടെ ഇല്ല
ನನ್ನ ಸಂಬಂಧತೆ ಎತ್ರಮಾ ಹಿರಿಯಂಗ ಮಚ್ಚಿ പോയാർ ഞങ്ങൾ ഓരോരുത്തർക്കും ആ കാക്ക ഈ കാക്കാന്റെല്ലാം പേര് ചെന്നു ഇന്ന കലസത്തിൽ അല്ലാഹു തആല അങ്ങും അതുപോലെ ഈ റായത്തെ എന്റെ കുടുംബത്തെ മാത്രം ദ്വാരണ്ടി അങ്ങനെ വിചാരിച്ചിട്ട് പണ്ട് ഒരു വാദം വിളിക്കട വേണ്ട വിളിക്കണ്ടിക്കണ്ട അല്ലാഹു തആല ഈ റായത്തിൽ ആരെല്ലാം മച്ചിനാറാ അല്ലാഹുവേ അങ്ങനെ എല്ലാവരുടെ ഖബറും ഈ സദസ്സരെ തിരിച്ചതി പങ്കുവെച്ച് പാട്ടി കൊടുത്തിട്ടു അതിലെ ഖബറിൽ നീ വിശാലത കൊടുക്കും റഹ്മാനേ ഇല്ലേ അങ്ങ ഇന്ന ഒരു പണ്ടത്തെ ഒരു മങ്ങിലത്തെ ഉത്തര ഗൗജേന്ദ്രേ എന്താ കാരണം ആ കാക്ക ഈ കാക്ക ചെറിയാക്ക വലിയാക്ക പൂവാക്ക ഇന്ന് ചെറിയാക്ക ഉണ്ടു വലിയാക്ക ഉണ്ടു പൂവാക്ക ഉണ്ടു പിന്നെ മുഹമ്മദുള്ള അദ്ലുള്ള അദ്രമാനുള്ള അങ്ങനെയുള്ളാറ് പക്ഷെ പണ്ടത്തെ പൂവാക്കും ചെറിയാക്കും വലിയാക്കും അങ്ങ ഇല്ലേ അങ്ങ ഇന്നപ്പത്തെ മങ്ങിലത്തെ ഒരു ഗൗജർ ഒരു പുൽസെന്ന് ഇന്റെ ഉണ്ട് മങ്ങിലത്തെ ഗൗജറ പുൽസു അങ്ങാറും ഇല്ലേ ಹಿರಿಯಂಗೆಲ್ಲ പോയാറ് കുടുംബത്തെ ಹಿರಿಯಂಗ പോണ്ടത് ഇതൊക്കെ ബർക്കത്തുന്ന കൊറടിയായും പോണ്ടു അല്ലാഹു നമുക്ക് എല്ലാവർക്കും നല്ല ആയുസ് നീട്ടി തരട്ടെ ആഫിയത്തോട് കൂടി നീട്ടി തരട്ടെ ಹಿರಿಯಂಗ ഞങ്ങളുടെ കുടുംബത്തെ ಹಿರಿയಂಗಾയിട്ട് പറഞ്ഞു അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ ಅದಕ್ಕೆ നല്ല ആയുസ് വേണം ಅದಕ್ಕೆ ನಾನು അല്ല ബേമച്ചെങ്കിൽ എവിടെ ಹಿರಿಯ അവിടെ ಹಿರಿയാവില്ല അപ്പൊ ಹಿರಿയമേ അവിടെ അല്ലാഹു നമുക്ക് നല്ല ആയുസ് ആഫിയത്തോടെ നീട്ടി തരട്ടെ പക്ഷെ പണ്ടത്തെ ആ സൗകര്യത്തെ അത്ര സൗകര്യം ആ പണ്ടത്തെ കാട്ടി ഇന്റെ സൗകര്യം എന്തെങ്കിലും പണ്ടത്തെ ഇതില്ല പണ്ടത്തെ തന്നി വന്നു ഇന്നോടെ ഇപ്പൊ നെനപ്പുണ്ട് ഞങ്ങളെ ദമ്പൽ വണ്ട തന്നി ഇല്ല മേലെ തോട്ടത്തെ വണ്ട തന്നി ആ തന്നി വണ്ട എങ്ങനെ അതിങ്ങനെ പിന്നെ ഇതിൽ വണ്ട് വന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒരു ദമ്പ വെച്ച് കൊടുക്കൂ ആ ദമ്പയുടെ അടിയിൽ നല്ല ബക്കറ്റ് വെച്ചോ ബക്കറ്റ് നോച്ചോ ഇന്ന് മുനിസിപ്പാലിറ്റി തന്നെ ആ തന്നി തന്നിട്ടല്ല മേലത്തെ എവിടെമാ തോട്ടത്തെ മേലത്തെ തന്നി വണ്ട കുതിരത്ര തന്നി അത് ആറാറ് തന്നെയല്ല അത് അള്ളാഹുടെ തന്നെ ആ തന്നി ഇങ്ങനെ വണ്ടത് പിന്നെ ഒരേ ടൈമിൽ നോക്കുമ്പോ ഈ തന്നി വണ്ടത് കാണില്ലേ തന്നി വണ്ട് വന്നായിട്ട് വന്നാവുമ്പോ പാവം എന്റെ ഉമ്മ പോണ്ടത് അപ്പൊ നല്ല ചെറിയ മക്ക എവിടെ പോണ്ടേ ഈ തന്നി വണ്ട ഭാഗത്ത് കൊണ്ട് അവിടെ ആ കട്ട കെട്ടി വെച്ചിറാറ് ഇപ്പറ തന്നി വനാട്ടിക്കും അപ്പുറ കട്ടി വെച്ച് അങ്ങോ തന്നി കിട്ടുക വേനായിട്ട് അപ്പൊ അത് പോയിട്ട് മെല്ലെ എന്താക്കണം എടുത്തെങ്കിലും തന്നി വണ്ടേ തന്നി എല്ലാവർക്കും കിട്ടണല്ലേ അങ്ങനല്ലേ തന്നി വന്നത് എല്ലാവർക്കും തന്നി കിട്ടണു അപ്പൊ അണ്ടത്തെ ആ ഒരു പിന്നെ ദമ്പല് വന്നോണ്ടിന്നെ ആ തന്നിയുടെ ഒരു സ്വാദ് ഇന്നത്തെ തന്നെ കിട്ടുക കിട്ടുന്നുണ്ട് നിങ്ങൾ ചൊല്ലുവാറ് നാണോ നിങ്ങൾ ഉണ്ടല്ലേ ഉള്ളേ ആ അത് വേറെ അണ്ടത്തെ ആ തന്നിൽ ആ വന്ന തന്നിന്റെ മണ്ടല് തീയാക്കിട്ട് കുളിച്ച കുളി ഇന്നത്തെ നിന്റെ ഗീസറിൽ കിട്ടുക ഗ്യാസിലെ സിലിണ്ടറിൽ വെച്ചാക്കിട്ട് കിട്ടുക ഇല്ല അത് വേറെ ഒരു പൊളിച്ചു പക്ഷെ അത് കാലി ഇപ്പൊ എന്താ അതിപ്പോ എവിടെ കാണാല കാണാൻ കൊറോടി അത് കാലി വാട്സാപ്പിന്റെ സ്റ്റാറ്റസിൽ എടുത്ത് വെച്ചിട്ട് സ്വീറ്റ് മെമ്മോറീസ് പണ്ടത്തെ ഗോലി കളിച്ചതും അതല്ല ഇപ്പൊ എവിടെ മാത്രമായിട്ട് സ്റ്റാറ്റസിൽ മാത്രമായിട്ട് സ്റ്റാറ്റസിൽ പണ്ടത്തല്ല കാലി സ്റ്റാറ്റസിൽ മാത്രം എടുത്തു വെക്കും നോക്കിട്ട് ചിന്തിക്കും രസിക്കും അനുഭവിക്കില്ലേ ഞാൻ ഉമ്മമാരുടെ ചൊല്ലട്ടെ ഉമ്മമാരെ ഔത്തുലു ക്ലീൻ വെക്കണം വേണ്ടല്ല വേണു ക്ലീൻ നിങ്ങൾ വെച്ചില്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് ക്ലീൻ വെക്കും ആവാലെ ബേജാറായിട്ടാ ബേജാറായെങ്കിലും ഇല്ലല്ലോ മുഖ്യല്ലേ ഇപ്പൊ നണ്ട കൊണ്ടൊക്കെ ക്ലീൻ വെക്കും അവിടെ നിങ്ങൾ കൊണ്ട് വെക്കും അവിടെ ഇല്ലേ അതുകൊണ്ടല്ലേ പിന്നെ മക്കൾ രജ കിട്ടിട്ട് ദസറ രജ കിട്ടിട്ട് പോയി റായത്ത് ഔത്തു പോയി ഉമ്മടെ ഔത്തു പോയി വന്നു നോക്കുമ്പോ അക അലക്കല്ല അകാടി പോലെ കാരണം മാപ്പിള മാത്രം ഇന്നു അങ്ങനെ ഉണ്ടല്ലേ അതേ ടൈമിൽ വന്നിട്ട് എങ്കിൽ ആ പെഞ്ഞായി വന്നാല് ഔത്രവൾക്ക് നൂണ്ടിട്ട് ഒരു ഗണ്ട കഴിഞ്ഞിട്ട് ഔത്രവൾക്കത്തെ പരിസ്ഥിതിയെ ചേഞ്ച് പുതിയ അക കിട്ടിയ പോലെ എന്റെ കാരണം അത് അള്ളാഹു അങ്ങക്ക് കൊടുത്ത സാമർത്ഥ്യം അത് അങ്ങനെ 5 കാര്യമായിട്ട് മച്ചറ കാട്ടിട്ട് കാര്യമല്ലേ അത് ഞങ്ങളെ പെഞ്ഞൈമാർക്ക് ഞങ്ങളെ ഉമ്മമാർക്ക് ഞങ്ങളെ പെങ്ങന്മാർക്ക് അള്ളാഹു കൊടുത്ത ഒരു സ്പെഷ്യാലിറ്റി ഒരു ശക്തി സാമർത്ഥ്യ ക്ലീൻ വേറെ കുറെ ആകം ഉണ്ടാവാ ഔത്രവൾക്ക് എപ്പോ പോയി നോക്കിയെങ്കിൽ പെണ്ണുങ്ങൾ ഉള്ളമയാകാം പെണ്ണുങ്ങളില്ലാതെ അകന്തല്ല ആയെങ്കിൽ കുത്തല് പോലെ അവത്ത് നൂണ്ട സാർത്ത് നഗ വിചാരിക്കണം എന്താ വിചാരിക്കണം ഇവിടെ ആറ് പെണ്ണുങ്ങൾ ഇല്ല കണ്ട് കാലി ആണുങ്ങൾ കണ്ടിട്ടുണ്ട് അങ്ങനെണ്ടാ ഇല്ല നമുക്ക് പെണ്ണുങ്ങൾ ഉള്ളാറ് പക്ഷെ എന്തേ പെണ്ണുങ്ങ അത്ര ആക്റ്റീവ് ഇല്ല ഏത് അത്ര ഒരു ആക്റ്റീവ് ഇല്ല ആക്റ്റീവ് മെയ്യാവില്ല അങ്ങനെണ്ടല്ലേ അങ്ങനല്ല ഔത്ത് ക്ലീൻ വേണു നിങ്ങൾ ക്ലീൻ വെക്കണം പോലെ ക്ലീൻ വേണു എന്താ കാരണം ക്ലീൻ ചൊല്ലത് ഏതൊരു ഔത്തുലു ക്ലീൻ ഉണ്ടാ ഏതൊരക നല്ല ക്ലീൻ ഉണ്ടാ ഔത്തുറ റിസ്ഖ് നല്ല വിശാലായിട്ട് ഇക്കിട് കേട്ടോ ഹബീബായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ടല്ലേ ക്ലീൻ ഇല്ലാത്ത ഔത്തുക റിസ്ഖ് കൊറടിയായിട്ടിക്കൂ അങ്ങ മാറി പങ്ങ ബറുവാറ് ഓ ഉമ്മമാരെ നിങ്ങൾ ക്ലീൻ വെയ്ക്കണോ ചൊല്ലുക കാരണം എന്തോ നിങ്ങളൊട്ടാകെ ക്ലീൻ വെയ്ക്കണതിന്റെ ಬಗ್ಗೆ വാദ ചൊല്ലണോട്ടില്ല ആയെങ്കിലും നാണ് കിതാബിൽ കണ്ട ഒരു വിഷയം നിങ്ങളൊട്ട സാന്ദർഭികമായിട്ട് ചൊല്ലട്ട അതേ നിങ്ങളെ മാപ്പിളയുടെ നൈപ്പില് നല്ല ബറക്കത്ത് കിട്ടണോ നിങ്ങളെ മാപ്പിളയുടെ വഴിപാട്ടില് നല്ല ബറക്കത്ത് കിട്ടണോ നിങ്ങളെ അക നല്ല ക്ലീൻ വെയ്ക്കറൂ ക്ലീനുള്ള ആൽമാറുള്ള അകമാ ആ ഔത്രങ്ങളെ റിസ്ഖ് നല്ല വിശാലതയ്ക്കിട് കേട്ടോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ പടിപ്പാട്ടിയത് വിവരിച്ചിട്ട് മഹാന്മാരായ ഖുർആൻ വ്യാഖ്യാനക്കാരോട് അങ്ങനെ കിതാബിൽ എഴുതി വെച്ചത് കണ്ട് അതേ ടൈമിൽ അക നോക്കുമ്പോ ക്ലീൻ ഇല്ല അക നോക്കുമ്പോ ഒരു പറയില്ലാത്ത പോലെ എപ്പ നോക്കിയെങ്കും ഒരു അതേ ഒരു ക്ലീൻ ഇല്ലാത്ത അകമാ എങ്കിൽ ആ
ഔത്തുടെ റിസ്ക് കൊറടിയായോണ്ട് പോണ്ടു, ആ ഔത്തുടെ റിസ്ക് വിശാലത്തെ കൊറടിയായോണ്ട് പോണ്ടു. ഇത് മഹാന്മാരെ എഴുതി വെച്ചത് കണ്ട് ഇക്കട്ടെ നാ ചൊന്ന വിഷയം മറക്കണ്ട. അതേ നിങ്ങൾ ഒരു പക്ഷേ എത്രേ ക്ലീന് വെച്ചെങ്കിലും അതൊരു ലിമിറ്റ് വെക്കണോമ്മ. എന്നിട്ടതാ ചാവ് വേഗ ഉറങ്ങട സ്വഭാവ ചോക്കട്ടര സദസ്സിൽ വെച്ചിട്ട് നിന്റെ വാല് കേട്ടോണ്ടുള്ളൂ. നിന്റെ ഈമാനുള്ള ഉമ്മമാരൊട്ട ചൊല്ല്, നിന്റെ പെങ്ങന്മാരൊട്ട ചൊല്ല്, ചാവ് വേഗ ഉറങ്ങട സ്വഭാവം എടുക്കണോ. ചാവ് നോക്കുമ്പോ 12 ഗಂಟೆ 1 ಗಂಟೆ ആയെങ്കിൽ നിങ്ങൾ ഔത്ര ബലി ബന്ധാവൂല്ലേ? പണ്ടത്തെ ഗಂಟೆಗೆ ചാവ് നിങ്ങൾ ഔത്ര ബലി വേഗ ബന്ധാവും. സുബൈക്ക് ബലി വേഗ കാണ്ട്, സുബൈ ബാങ്ങോട്ട് പിന്നല്ല, അതിന് മുന്നോലെ ബലി കാണ്ട്, ഔത്ര ഉൾക്കത്തെ ലേറ്റ് കാണ്ട്. ഇപ്പൊ അങ്ങനെയല്ല, ഇപ്പൊ ചാവ് ലേറ്റ് ബലി ബലി വന്നിട്ടാ എന്റെ മക്കളുടെ ബലി എന്താ ബലി നിങ്ങത്തല ബലി അതവണ അപ്പുറം കേട്ടോളൂ. എന്തില്ല ബലി ಗೊತ್ತಿಲ್ಲ. എന്താ കാരണ ഞങ്ങളെ മക്ക ഇംഗ്ലീഷ് മീഡിയം പോയിട്ടുള്ളാറ്. അത് വേണ്ടട്ടല്ല, അത് വേണല്ല. അൽഹംദുലില്ലാ ഞങ്ങൾ അഞ്ചുമാനില് ನಾನು ഇവിടെ വരുമ്പോ ഉസ്താദരട്ടല്ലേ ഇങ്ങനെ പലക്കറിഞ്ഞു വരുമ്പോ അൽഹംദുലില്ലാ അഭിമാനമായിട്ട് ഇവിടെ ഡിഗ്രി തോലും പഠിക്കൂ. ഞങ്ങൂ അൽഹംദുലില്ലാ നല്ലൊരു സ്കൂളുണ്ട്. അതൊരൊറ്റയ്ക്ക് അൽഹംദുലില്ലാ പെണ്ണുമക്കൾക്ക് ശരീഅത്തിന് വേറെമേ ഉണ്ട്. അല്ലാഹു തആല അതെല്ലാം കബൂലാക്കട്ടെ. യതീം മക്കളതും അഗതി മക്കളതും യതീം മിസ്കീൻ അതൊക്കെ വേറെ ഉണ്ട്. അല്ലാഹു അതെല്ലാം കബൂലാക്കട്ടെ. അങ്ങനെ വേണോ ഒരു രായത്തെ കമ്മിറ്റി ആണെന്നെങ്കിൽ ആ രായത്തൊക്കെ ഉപകാരം കിട്ടതാവണോ. കാലി പള്ളി മദ്രസ മാത്രം മയ്യാവാലേ. ഇങ്ങനെ എല്ലാവരും ആക്കിക്കൊണ്ട് പോയെങ്കിൽ പിന്നെ ഉസ്താദുമാരെ സംസ്ഥാപനാക്കണത് ഓടൊന്നിട്ടില്ല. ജമാഅത്തരങ്ങാക്കണേ കുറെ ജമാഅത്തരംഗം ഉണ്ടു, ഇൻകം ഇഷ്ടം പോലെ ഉണ്ടു. ആ കേന്ദ്രമല്ലേ പിന്നെ വാർത്തക്ക് 4 വിന്യാസം ഉണ്ട്. ജുമ ഉണ്ട്, പിന്നെ തറാവി ഉണ്ട്, പെരുന്നാളും ഉണ്ട്, 5 വക്ത് നിസ്കാരം ഉണ്ട്. വേറെ എന്തെങ്കിലും ഉണ്ടാ? ഇൻകം ഇഷ്ടം പോലെ ഉണ്ടോ? അങ്ങനെ ആവോ തീരാ. ആ ഇൻകം ഇത് ഞാൻ ഉടനെന്നല്ലോ ലൈവിൽ കേൾക്കണ ക്ഷമയാലിക്കോറല്ല അങ്ങനെ തന്നോട്ടുള്ളൂ. ആ ഇൻകം ഞങ്ങളെ റായത്തെ മക്കളെ പഠിപ്പുകനായിട്ട് ഉപയോഗപ്പെടുത്തണോ. സ്കൂൾ ആക്കുക അവിടെ ഞങ്ങളെ റായത്തിൽ ഞങ്ങളെ മക്കൾ സ്കൂൾ ആക്കണോ. ഇപ്പോൾ 5 മാനുണ്ടല്ലോ, അല്ലാഹു നല്ല കബൂലാക്കട്ടെ. ഞാനിപ്പോ ആ ഭാഗത്ത് പോണില്ലേ, ഞാൻ ചൊന്നോട്ട് വന്നു അവിടെ ബലി ചൊല്ലുമ്പോ അവിടെ ഉത്തരം ഉണ്ട് കേട്ടോ. എന്തല്ല ബലി എന്നിട്ട് അർത്ഥമായിട്ടില്ല മോനെ ബലി എന്താ ഇപ്പൊ സംശയത്തിലുള്ള ലൈറ്റ് വന്നേ ലൈറ്റ് നോക്കറ ബലി ചെന്നപ്പോ തല ആട്ടില്ല, ലൈറ്റ് ചെന്നപ്പോ തല ആട്ടിച്ചു. ആവട്ടെ ഞങ്ങളെ മക്ക ഉഷാർ അവിടെ കാണുമ്പോ കുസിയല്ലേ അല്ലെ. ഇംഗ്ലീഷ് അല്ലാഹു വലിയ വർക്കത്ത് കൊടുക്കട്ടെ. ഞങ്ങളെ മക്കൾ അല്ലാഹു വലിയ സ്ഥാനത്ത് എത്തുമാട്ടി തരട്ടെ. ചൊന്നോട്ട് വന്നേ പണ്ട് അങ്ങനെ പണ്ട് ജാവ് ബലി ഞങ്ങളെ ഔത്തുര ജാവ് അതേ ഔത്തുല് ജാവുമാന പണ്ടെങ്ങനെ ബലി വേഗ ബലി ബന്ധായിട്ട് ഇഷാ കല്ലിങ്ങൾ ലൈറ്റ് ഓഫ് ആയോട്ടിന്ത്. സുബഹിക്ക് ബാങ്കട മുന്നോല് തഹജ്ജുദര ടൈമില് ലൈറ്റ് ഓൺ ആയോട്ടിന്ത്. ഇണ്ടങ്ങനല്ല, ഇന്റെ കാല ബദലാവനായിട്ടല്ലേ ജാവദ ലൈറ്റ് ലേറ്റായിട്ട് ബന്ധാവിടൂ. അതേ സുബഹിക ലേറ്റായിട്ട് ഓൺ ആവിടൂ. ഇല്ല ഉമ്മമാരെ, ഔത്തുലുള്ള നിങ്ങളെ സ്വറവും നിങ്ങളെ ക്ലീനിങ് ഉണ്ടല്ലേ, അത് എത്ര ആക്കിയെങ്കും തീറുകിക്കില്ല അത്ര ക്ലീനിങ് ഉണ്ട്. ആയെങ്കിലും അത് ഒരു സ്റ്റോപ്പ് വെച്ചിട്ട് നിങ്ങൾ ജാവുക വേഗം ഉറങ്ങണു. കാരണം ജാവത്തെ ഉറക്കുണ്ടല്ലേ അത് തടിക്ക് നല്ല ആഫിയത്ത് കിട്ടുള്ള ഉറക്കായിട്ട് കിട്. ഖുർആനിൽ അല്ലാഹു തആല ചൊന്നുല്ലേ അത് തടിക്ക് വലിയ റാഹത്തായിട്ട് കിട്, തടിക്ക് നല്ല സുഖമുള്ള ഉറക്കായിട്ട് കിട്. ജാവത്തെ ഉറക്ക് കിട്ടോ എങ്കിൽ പിന്നെ അല്ലാഹു ഖുർആനിൽ ചൊന്ന പിന്നൊരു മൽക്ക നോക്കൂ നിങ്ങ പോൽമാണ് എന്തിനാക്കിയിട്ടുള്ളൂ പാലക്കാറോ ഈ പള്ളി വട്ടാരത്തിൽ വെച്ചിട്ട് തന്റെ വാല് കേട്ടോട്ടുള്ള തന്റെ ഇലങ്ങ മൂത്തങ്ങമാറായ പാലക്കാട് ചങ്ങായിമാരൊട്ട ചൊല്ലട്ടാ പോൽമാന ഉറങ്ങിട്ട് തീർക്കുള്ളതല്ലോ. പോൽമാന മോന്റെ ഔത്തറ നോക്കുമ്പോ ഫാൻ തിരിഞ്ഞോണ്ടു. അപ്പ വന്നിട്ട് കേക്കട്ടെ, അപ്പ വന്നിട്ട് ഉമ്മട്ട് കേക്കട്ടെ, ആര് എവിടെയാണ് ആറാറ് ഉള്ളല്ലേ നിങ്ങളെ മോണ് കോണ പോൽമാണ് നെയ്ക്കൊക്കെ പോണായ ഓണ് ഫാൻ ഇട്ടിട്ട് പോൽമാണ് ഔത്തർ ഉറങ്ങിയതാ. ഇത് എപ്പെങ്കിലും വച്ചിട്ട് ഉറങ്ങി കണക്ക് വേറെ എപ്പം ഇതേ പെഞ്ഞൈ പെത്താല് ആണുകിടാവുണ്ട് കൊത്തായപ്പ ഇയാളൊന്ന് തുള്ളൽ കണ്ടെങ്കിൽ എന്തിക്ക് തന്റെ തലയുടെ തിന്നതിൽ കൊറടിയായിട്ടല്ലേ ഇയാൾ വിചാരിച്ചിട്ട് ഇത് എവിടെയൊക്കെ കൊറടിയാവുകോ? ഇത് കൊറടിയാവുക എവിടെ? ഇത് തിന്ന ആരമേ ആയിട്ടല്ലാണ്ട് കൊറടിയായില്ലേ. എന്റെ കാരണം ഒന്ന് നെയ്ക്കോ പോണില്ലേ ഉറുദു ഒരു പൽക്കുണ്ടല്ലേ बचपन खेल कर खोया बचपन खेल कर खोया जवानी नींद पर सोया बुढ़ापे याद कर रोया. ഇങ്ങനെ 3 ടൈം ഉണ്ട് മനുഷ്യൻ. ഒന്ന് ബച്പൻ खेल कर खोया മക്കളെ കാലം. ആ മക്കളെ കാലത്ത് എന്തിനുണ്ട്? മക്കളാട്ടിക്കാൻ എപ്പാ നോക്കി മക്കളാട്ടിക്കാൻ. അത് മക്കളാട്ടിക്കല്ലേ, കളിയല്ലേ, അത് കളിപ്പിരാന്ത ടൈം അല്ലേ. അതിന് പിന്നെ രണ്ടാമത്തെ ഒരു ടൈം ഉണ്ട്, അതായത് ജവാനി പാലക്കാരുടെ ടൈം. ജവാനി നീന്ത് പറ സോയ ഉറങ്ങിട്ട് തീർത്താ ഏത് ടൈമും ഈ ജവാനിയുടെ ടൈം ഉണ്ടല്ലേ അവന് ഉറങ്ങിട്ട് തീർത്ത. അതിന് പിന്നെ മൂന്നാമതായിട്ട് ജന്തു ഉടാപ്പേ യാദ് കർ റോയ വെല്ലായ പിന്നെ വയസ്സായി തന്നെ ഓണു. ആ വയസ്സായപ്പ വലിയ വയസ്സായ പിന്നെ തെച്ചിട്ട് പുൽപ്പുടവ് സൊറാക്കിത്തിയാല് എന്തൊക്കെ പുൽപ്പുടറോ
പണ്ടത്തെ നിശ്ചിട്ട് പാലക്കാരായിട്ടിരിക്കുമ്പോ ഞാൻ അങ്ങനെ ആക്കി തിന്നെ ഇങ്ങനെ ആക്കി തിന്നെ അണ്ട് ഞാൻ അങ്ങനെ ആക്കോണിത്ത് ഇങ്ങനെ ആക്കോണിത്ത് അങ്ങനെ എന്തോ ആക്കാണ്ട് ഞാൻ ഇങ്ങനെ ആക്കി പോയാ ഇതെല്ലാം നിശ്ചിട്ട് ഉടാപ്പേ യാതൊക്കെ റോയാ വെള്ളിയായ പിന്നെ പുൽപ്പുട്ട് കുസറാക്കണത് നിശ്ചിട്ട് അങ്ങനെയുള്ള പാലക്കാറ. അതെ, അതുകൊണ്ടല്ലേ ഇസ്ലാം ചൊന്നു പോൽമാണ ചൊല്ലത് ഉറങ്ങിട്ട് തീർക്കുള്ളതല്ല. ഖുർആൻ ചൊന്നില്ലേ വജഅലന്നഹാറ നുശൂറാ. പോൽമാണ ചൊല്ലത് എന്തിയുള്ളത്? അതെ, അത് നിങ്ങൾ നയിക്കുക പോകുള്ളത്, അധ്വാനിക്കുക പോകുള്ളത്, ഉമ്മകും ബാപ്പകും കർച്ചുക കൊടുക്കുകയായിട്ടുള്ളത്, പിന്നെ ഈ മക്കളെ ബൽത്തുകയായിട്ടുള്ളത്. അതുകൊണ്ട് പോൽമാണ് നിങ്ങൾ അധ്വാനിക്കുക പോണു. ഇത് ഒരു വ്യാഖ്യാന മഹാന്മാർ ഇങ്ങനെ കൊടുത്തിട്ടു. രണ്ടാമത്തെ ഒരു വ്യാഖ്യാനം കൊടുത്താറ് വജഅലന്നഹാറ നുശൂറാ. അതേ പോൽമാണ ചൊന്നെങ്കില് രണ്ടാമത്തെ ഒരു ഹയാത്ത് കിട്ടുന്ന ടൈമായിട്ടിക്കിട്. അത് ചൊല്ലുകയായിട്ടിക്കിടതാണ് ഇത്ര വിഷയം നിങ്ങളിട്ട ചൊന്നു. പോൽമാണ ചൊന്നെങ്കിൽ സുബഹിയുടെ നേരെ ചൊന്നെങ്കിൽ അത് ഉറങ്ങിട്ട് എനിക്കിടെ ടൈമായിട്ടിക്കിട്. ആ ഉറങ്ങിട്ട് എനിക്കിടെ ടൈം ഉണ്ടല്ലേ, അത് രണ്ടാമത്തെ ഒരു ഹയാത്ത് കിട്ടുന്ന ടൈമായിട്ടിക്കിട്. കാരണം കിടന്നുറങ്ങിയെങ്കിൽ അത് മരിപ്പുക സമാന മുസ്ലിമേ. ഉറങ്ങിട്ട് രണ്ടാമതായിട്ട് യസർത്താവോട് ചൊന്നിട്ടു ഗ്യാരണ്ടി ഇല്ല. ഇണ്ട് നാന് വാല് കളഞ്ഞിട്ട് നണ്ടാവത്തുല് പോയിട്ട് നാണ് ഉറങ്ങിയെങ്കിൽ, നിങ്ങൾ വാല് കളഞ്ഞിട്ട് നിങ്ങൾ ഔത്തുല് പോയിട്ട് നിങ്ങൾ കിടന്നിട്ട് ഉറങ്ങിയെങ്കിൽ, നാല് സുബഹിക്ക് നിങ്ങൾ യസർത്താവോടു നിങ്ങൾ ജീവത്തോടുകൂടെ എനിക്ക് വാറ് ഗ്യാരണ്ടി ഇല്ല. അല്ലാഹു തആല നമുക്ക് ഹയാത്തിടുക തീരുമാനിച്ചതാണ് എങ്കിൽ നമുക്ക് യസർത്താവൂ. ഇല്ലെങ്കിൽ അതേ ഉറക്കിൽ നിങ്ങൾ മറിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. അല്ലാഹു നമുക്ക് നല്ല ആയുസ് ആഫിയത്തൊട്ടിക്ക് റബ്ബ് നീട്ടി തരട്ടെ. അതുകൊണ്ടായിട്ടിക്കട് മുജാഹിദ് റളിയല്ലാഹു എല്ലാം നാലും ചാവ് ഉറങ്ങുമ്പോ ലാസ്റ്റ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊന്നിട്ട് ഉറങ്ങട്. അതിനപ്പുറം പിന്നൊരു പൽക്ക വരില്ല. ഇത് നോക്കി അങ്ങ് മുജാഹിദ് റളിയല്ലാഹു അൻഹു തങ്ങളൊട്ട് കേട്ടാറ്, അല്ല എന്തേ നിങ്ങൾ ലാസ്റ്റ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊന്നിട്ട് ഉറങ്ങടോ, അതിനപ്പുറം നിങ്ങൾ വേറൊന്നും ഉണ്ടല്ലേ. അപ്പ മഹാന് ചൊന്തു ഞാൻ ഉറങ്ങിയെങ്കിൽ ഞാൻ എനിക്ക് ഗ്യാരണ്ടി ഇല്ല. ഒരു പക്ഷേ ഞാൻ ഇതേ ഉറക്കിൽ മറിച്ചു പോയെങ്കിൽ നന്റെ ലാസ്റ്റ് പൽക്ക ഈ ദുനിയാവിടെ നന്റെ ലാസ്റ്റ് പൽക്ക അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പോയിത്തല്ലേ ദഖലൽ ജന്ന. അതുകൊണ്ടിട്ട് നക്കൊന്ന് സ്വർഗ കിട്ടുവല്ലേ. മഹാന്മാരെല്ലാരും ചിന്തിച്ചത് അങ്ങനെ ആയിട്ടിക്കട്. ഇക്കട്ട് നാച്ചൊന്ന് പോയ വിഷയം മറക്കണ്ട. ലാ ഖൈറ ഫീ കസീരിൻ മിൻ നജ്വാഹു. ഖുർആന്റെ ആയത്തിനെ ഞാൻ അർത്ഥാക്കി തന്നോട്ടിന്ന്. ഏതായിട്ടിക്കട് ഖുർആന്റെ ആയത്ത്? അല്ലാഹു ഖുർആനിൽ ചൊന്നുല്ല ലാ ഖൈറ ഫീ കസീരിൻ മിൻ നജ്വാഹു. അങ്ങനെ തർക്കവും അങ്ങനെ ചർച്ചവും യാറത്തതിലും ഒരു ഖൈറുമില്ല, ഒരു പ്രയോജനവുമില്ല. അതുകൊണ്ടായിട്ടിക്കട് അഹ്മദുൽ കബീർ ദിഫാഇ റളിയല്ലാഹു അൻഹു മഹാന്റെ നാവിടെ പർത്ത് ഒരു പൽക്ക വരണമെങ്കിലും മഹാൻ 100 വട്ടം ചിന്തിച്ചിട്ട് ഈ പൽക്ക നന്റെ നാവിടെ പർത്ത് വന്നെങ്കിൽ നല്ലേട്ട് മഹാനക്ക് ബോധ്യപ്പെട്ടെങ്കിൽ മാത്ര മഹാൻ പൽക്ക വരും. അത്രേ ഇല്ലെങ്കിൽ നാവിടെ അത് ഉൽക്ക അങ്ങനെ മടക്കി വെക്കും, പൽക്ക വരില്ല. ഞങ്ങളെ ബായി ബൊമ്പായി അല്ലേ, ഞങ്ങളെ ബായിയുടെ നാവിടെ പർത്ത് എന്തും പണ്ടേ തൊന്തറില്ലേ. ഞങ്ങൾക്ക് നാവുക ലൈസൻസ് ഇല്ലേ. ബാക്കി ഞങ്ങളെ ಬಗ್ಗೆ ഞങ്ങൾ ചൊല്ല എന്തിനുണ്ട അവന്റെ നാവുക ലൈസൻസ് ഇല്ല. ചൊല്ല നന്റെ നാവുണ്ട ലൈസൻസ്. അത് ലൈസൻസും ഇല്ല. ലൈസൻസിന് മുന്നോലൊന്നും കിട്ടില്ല. എന്താ പേര്? ലൈസൻസ് കിട്ടോ തോലും ഒന്ന് ഓടുപാട്ട അതെന്താ പേരുണ്ടല്ലേ. ആ അതെ, ഇയാൾ നോക്കണ്ടേ എല്ലാരും. അതെ, ഞങ്ങളെ നാവുക ലൈസൻസും ഇല്ല, എല്ലാരും ഇല്ല. എവിടെ പറഞ്ഞി വേട്ട കണ്ടിക്കോ നിങ്ങൾക്ക് പേരുമാർക്ക് ഡേറ്റ് കൊടുത്തത്. അല്ലാഹു ബർക്കത്ത് കൊടുക്കട്ടെ. ഈ മൈക്ക് ഓപ്പറേറ്റർമാരും ഞങ്ങൾ ചൊന്നെങ്കിൽ ഭയങ്കര ലിങ്ക് കിടത് നല്ല സൗണ്ട്. അല്ലാഹു ബർക്കത്ത് കൊടുക്കട്ടെ. ഒരേ മേക്ക് ഓപ്പറേറ്റർമാർ പിന്നെ ഇത് ഇയാളെ പോലെതാ. ഇയാൾ നല്ല തെച്ചിട്ട് വാൾ കേട്ടോണ്ട് അതിലിപ്പോ മേക്ക് ഓപ്പറേറ്റർ ആക്കുമ്പോൾ നോക്കൂ അതൊട്ടിക്ക് വാളും കേട്ടോ. അങ്ങനെ വേണം അല്ലെ? എത്ര പഠിക്കണം നിങ്ങളൊരു നെസീബ്. നിങ്ങൾ വേറെ ആളായിട്ട് നിങ്ങൾക്ക് നെസീബ് കിട്ടാത്ത എങ്ങനെ? ഇപ്പൊ ഇന്നത്തെ വാദം കേൾക്കാം, നാലത്തെ വാദം ഉസ്താദിന്റെ വാദം കേൾക്കാം, നാളെ കണ്ടത് കേൾക്കാം, കുട്ടിയെ കഴിഞ്ഞിട്ട് വേറെ മുത്ത് പോയി അവിടെയും കേൾക്കാം അല്ലെ? കേട്ട് നാളെ നിങ്ങളെ ഒരു വാൾ ചൊട്ട ഉസ്താദി കൊണ്ടാറാൻ. അല്ലാഹു ബർക്കത്ത്. അതുകൊണ്ടായിട്ട് ഈ മൈക്ക് ഓപ്പറേറ്റർ ആക്കുന്ന ആൾമാർ ഇത് അയ്യാ ഈ ലൈവ് കൊടുക്കണം. യാരത്തെ ചരിത്രം കൊണ്ടു ഇങ്ങ അപ്പറേ കുസുവാക്കടവൾ ഈ ചരിത്രം ഇന്നലെ ചൊന്നും ഇതേ ഉസ്താദ് തമാശ വേജാറാക്കിയിട്ടുണ്ട്. അൽകൗസർ മീഡിയ അല്ലാഹു ബർക്കത്ത് കൊടുക്കട്ടെ. അല്ലാഹു ബർക്കത്ത് കൊടുക്കട്ടെ. ഞങ്ങൾ എങ്ങനെ ബ്ലൂടൂത്ത് ഇൻഫ്രാഡ് എന്ന പോലെ ഞങ്ങൾ ഭയങ്കര ഒരു കണക്ട് ഒരു ഇതുണ്ട് അല്ലെ, ഒരു കണക്ഷൻ. അല്ലാഹു ഞങ്ങൾ ഇതേ കണക്ഷനിൽ സ്വർഗത്തിൽ എത്തുവാട്ടി തരട്ടെ. കാലി ദുനിയാവിടെ കണക്ഷൻ ആയിട്ട് മാത്രം ഉറപ്പാക്കാട്ടി കേട്ട് അല്ലാഹു ഞങ്ങളെ സ്വർഗത്തിലും ഈ കണക്ഷനിൽ എത്തുവാട്ടി തരട്ടെ. ഞാൻ ചൊന്നോട്ട് വന്നേ അങ്ങനത്തെ നാമല്ല പിന്നമാ അതേ ഖുർആൻ ചൊന്തു രണ്ട് വിഷയത്തിന് നിങ്ങളെ നാമ ഉപയോഗത്തിന് പറഞ്ഞു. അതല്ലാത്ത മിക്ക നിങ്ങളെ പൽക്കത്തിലും ഒരു ഫായിദോ ഇല്ല. കാലി നിങ്ങൾ കിട്ടിയ എവിടെ പോയി വെച്ചിട്ട് ചർച്ചാക്കണോണ്ടല്ലാണ്ട് അതിൽ ഒരു ഹൈറുമില്ല.
ഏതായിട്ടിക്കടാ രണ്ട് വിഷയ ഖുർആനിൽ അല്ലാഹ് ചൊല്ലു നോക്കറു നിങ്ങ ഇല്ലാ മൻ അമറ ബി സ്വദഖത്തിൻ ഔ മഅറൂഫിൻ ഔ ഇസ്ലാഹിൻ ബൈനന്നാസ്. നിങ്ങ ആൽമാരട്ട സ്വതക്ക കൊടുക്കുക ചൊല്ലണു, ആൽമാരൊട്ട നല്ലതാക്കുക ചൊല്ലണു. ഒരു വിഷയം അതായിട്ടിക്കിട് നിങ്ങൾ എല്ലാവരും സ്വതക്ക കൊടുക്കുക വേനായിട്ട് ചൊല്ലണു. അതേപോലെ ആൽമാരൊട്ടം നല്ലതാക്കുക വേനായിട്ട് ചൊല്ലണു. ആ പൽക്കത്തിലൊരു ഖൈറിക്കൂ. അത് നിങ്ങൾ ചൊന്നത് കേട്ടിട്ട് ഒരാൾ സ്വതക്ക കൊടുത്തെങ്കിൽ ഒരു പ്രയോജനം കിട്ടിത്തല്ലേ. അല്ലെങ്കിൽ നിങ്ങൾ ചൊന്നത് കേട്ടിട്ട് ഒരാളൊരു നല്ലതാക്കിയെങ്കിൽ അതുകൊണ്ട് നിങ്ങൾ ചൊന്നത് കൊണ്ടൊരു പ്രയോജനം കിട്ടിത്തല്ലേ. ഒന്നും ആ വിഷയമായിട്ടിക്കിട്. ഇനി രണ്ടാമത്തെ വിഷയം ഏത്? ഖുർആൻ ചൊന്തു ഔ ഇസ്ലാഹിൻ ബൈനന്നാസ്. ആൽമാര നടുലു നിങ്ങൾ ഐക്യത്തെ ആക്കുക നോക്കണു. ആൽമാരെ ദൂരാക്കുക നോക്കണായതല്ല. കുടുംബത്തില് ജണ്ടാല് ദൂരായോട്ടുള്ളാറാ അവിടെ നിങ്ങൾ പാടം ചിമ്മനെ വീത്തിട്ട് യാറെ തീ കത്തുമാട്ടണായതല്ല. അവിടെ തീ കത്തിയോട്ടുള്ള പക്കത്ത് നിങ്ങൾ തന്നെ വീത്തിട്ട് ആ കത്തിയോട്ടുള്ള തീയുടെ പൊലിക്കുക നോക്കണു. കുടുംബത്തിലുള്ള രണ്ടാല് തമ്മിലെ തപ്പിട്ട് ദൂരെ പോകുമ്പോ ഇലങ്ങ മൂത്തങ്ങമാര് ഒരേ ഉമ്മ അപ്പടെ മക്ക, ഒരേ ഉമ്മയുടെ ബേത്തര വന്ന രണ്ട് മക്ക. സുബ്ഹാനല്ലാഹ്. അക മങ്ങിലാവിടെ മൂന്നോല് സമയുന്നാറ്. ഇപ്പൊ മങ്ങിലായ പിന്നമാ ജണ്ടാല് ബേരെ ബേരെ ആയാറ്. എന്തുകൊണ്ട് അങ്ങനെ ആയിട്ട്? മങ്ങിലാവിടെ മൂന്നോല് ജണ്ടാലും ഒരേ ഉമ്മ അപ്പടെ മക്ക, നല്ല ഐക്യത്തിൽ ഇന്നാറല്ലേ. ഇപ്പൊ എന്തേ മങ്ങിലായ പിന്നെ ഇങ്ങനെയായോ? പ്രായത്തിലൊരു അഭിപ്രായം ഉണ്ട് അങ്ങനെ നോക്കാം. മങ്ങിലാവിടെ മൂന്നോല് ഉമ്മ അപ്പ ഒരേ ഉമ്മ അപ്പടെ രണ്ട് മക്ക, രണ്ടാൾ നല്ല ചങ്ങായി പാട് ചെന്നെങ്കില് ചിലങ്ങ ചൊല്ലുവാറ്. നിങ്ങൾ രണ്ടാളും നോക്കിയിട്ട് നിങ്ങൾ ഇലങ്ങമൂത്തങ്ങമാരെ പോലെ അല്ലല്ലോ ബാബുല്ലേ, ചങ്ങായിമാരെ പോലെ ഉള്ളതാണ്. കാരണം ഇലങ്ങമൂത്തങ്ങാട്ടാകുമ്പോ ഒരു എലോണുകു മൂത്തോണു ചൊല്ലിട്ട് റെസ്പെക്ട് അല്ലെ, മൂത്തോണുകു എലോണു ചൊല്ലിട്ട് ഒരു എന്താ ഒരു കിർഫ. ഇത് ചങ്ങായിമാരുടെ അങ്ങനല്ലേ, അതൊരു വേറമേ ഒരു ഇത്. അതുകൊണ്ട് കൊറിയ ഇലങ്ങമൂത്തങ്ങമാരെ കാണുമ്പോൾ ചൊല്ലാ എന്തല്ലേ നിങ്ങൾ ഫ്രണ്ട്സ്മാരെ പോലെ ഉള്ളല്ലോ ബാബ, ഇലങ്ങമൂത്തങ്ങമാരെ പോലെ ഉള്ളതാണ്. പക്ഷെ മങ്ങിലായ പിന്നെ ദുഷ്മനായി പോയായിരിക്കും രണ്ടാൾ. അപ്പറായത്തോർ പൽക്ക നടക്കുന്നത് എന്താ നോക്കാം. നിങ്ങൾ ഇവിടെ അങ്ങനത്തെ ഇല്ല, നിങ്ങൾക്ക് കൊത്തിക്കാല അതൊന്ന് ചൊല്ലോട്ടറിയാക്കണം നോക്കാം. ഉമ്മോ ജോക്കട്ടെ അല്ലേ ചൊല്ലോ നോക്കണം. എന്താ പൽക്ക ചൊല്ലോ നോക്കാം. മങ്ങിലാവിടെ മൂന്നോൾ രണ്ടാലും ഭയങ്കര അറ്റാച്ച്മെന്റ് ഇലങ്ങമൂത്തങ്ങമാർ. മങ്ങിലായ പിന്നെ നിങ്ങൾ രണ്ടാളും ദുഷ്മന്മാർ. അക ചേഞ്ച് ആയി രണ്ടാൾ അകമേ ചേഞ്ച് ആക്കിയാറ്. അക മാത്രമല്ല റായമേ ചേഞ്ച് ആക്കിയാറ്. മൂത്തോണി ഇന്ന റായത്തിലെ നാണിക്കില്ലേ എന്നിട്ട് എലോണു ചൊല്ലുന്നുണ്ടാ. മൂത്തോണ്ട് റായത്തിൽ നാണിക്കില്ലാണ്ട് മൂത്തോൻ ചൊല്ലുന്നേ എലോണോ നാ മർച്ചെങ്കിലും നിന്റെ മയ്യത്തവണ് കാട്ടോ തീരാടോ. നീ വലിയ കുത്തുബുള്ളാവല്ലേ, നിന്റെ മയ്യത്ത് നോക്കിയിട്ട് സ്വർഗത്ത് പോകും. അങ്ങനത്തെ പൽക്കെല്ലാം നാവൂല് വന്നുകൊണ്ടല്ലേ നോക്കുമ്പോ ബേജാറതല്ല. ഓള് കമ്മിറ്റിയുടെ മെമ്പറുള്ള ജോക്കറ്റയുടെ കമ്മിറ്റിയിൽ ഇപ്പൊ അങ്ങനത്തെ ആരും ഇല്ലാത്തതുകൊണ്ട് ധൈര്യത്തിൽ ചൊല്ലാം അല്ലേ. നോക്കുമ്പോ കമ്മിറ്റിയുടെ മെമ്പറുള്ള ഓണ്ടെ പിടിച്ചിട്ട് മെമ്പർ ആക്കിയത് എന്തെങ്കിലും നോക്കാം. ഓള് നോക്കുമ്പോ കുടുംബത്തിന് സമയമില്ലേ, ആറ് ചൊന്നിട്ടും സമമില്ലേ. പള്ളിയുടെ ഉസ്താദിച്ച് ചൊന്തു ഞാൻ പറഞ്ഞേ മെല്ലെ കുഞ്ചി കയറ്റിട്ട് ചൊന്തു. അങ്ങനെയുണ്ടല്ലോ ഇങ്ങനത്തെ വിഷയം നാലാലെ എതിർന്നുള്ള ചൊല്ലണേ. അപ്പൊ കറാക്ക കുത്തുമാക്കട്ടെ സമയമില്ല അങ്ങനെ ഉണ്ടോ ഉദാഹരണം തന്നെ ഇല്ല. മെല്ലെ ഉസ്താദ് റൂം വിളിച്ച് ചൊന്തു. നിങ്ങൾ എല്ലാത്തിനും സമമുള്ളാറ്. പക്ഷെ നിങ്ങളെ ബാക്കി ഒരു ചെറിയൊരു വിഷയമുണ്ടോ. നിങ്ങളെ മൂത്തോണ്ടിട്ട് നിങ്ങൾ മുണ്ടില്ലവളല്ലേ, നിങ്ങളെ മൂത്തോണ്ടിട്ട് നിങ്ങൾ മുണ്ടില്ലവളല്ലേ. അപ്പം ഇയാൾക്ക് എന്താ ഇപ്പൊ ഉസ്താദ് എന്തൊരു ചൊല്ലോ പോയിട്ടുള്ളൂ നിങ്ങൾ നാ മൂത്തോണ്ടിട്ട പൽക്കറിയണോ എന്നിട്ട് ഉസ്താദ് ചൊല്ലും എന്തൊരു മൂത്തോണ്ടാ മൂത്തോണ്ടിട്ട് നീ അപ്പുറം പോയി പൽക്കറിഞ്ഞുകൊണ്ട് നീ ശരിയാവില്ലേ. ഇത് കാരണം അവന് മൂത്തോണ്ടല്ലേ, നീ എലോണല്ലേ അല്ലെ. അങ്ങനെ അവനക്ക് ചിലപ്പോൾ നിൽക്കും മൂത്തോണ്ട് എനിക്ക് അപ്പുറ സ്ഥാനല്ലേ. അവൻ എലോണി തിരിച്ചെത്തിക്കോ. അത് അവൻ മൂണ്ട സ്ഥാനത്ത് തന്നെ അവൻ ഇപ്പുറം പൽക്കരിട്ടിക്കൂ. ഉസ്താദിന്റെ റൂമിന്റെ വാളെല്ലാം കേട്ടിട്ട് ക്ലാസ് കേട്ടിട്ട് എലോണ് പോയി ഔത്തു. എന്റെ ചെയ്ത് ഔത്ത് പോയി വന്നിട്ടുണ്ടാ. കുളിച്ചിട്ട് ഡ്രസ്സെല്ലാം ഇട്ടിട്ട് മൂത്തോണ്ട് ഔത്ത് പോയിട്ട് മൂത്തോണ്ട് കൈ കൊടുത്തിട്ട് മുസാഫായിട്ടാക്കിട്ട് നല്ല പോകാനായിട്ട്. അപ്പൊ എലോൺ ഔത്ത് പോയപ്പോ കുളിക്കോ പോണ്ടത് കണ്ട് വീസ കുളിക്കോ പോകുമ്പോ ദാദ കേട്ടിട്ട് വിട്ടല്ലേ എവിടെങ്കിലേ എവിടെ പോണ്ടോ നോക്കും മൈമത്തിൽ യാറാ ഡേഞ്ചർ യാറാ സ്ട്രോങ് സ്ട്രോങ് ചായ എന്ന പോലെ കുറെ കടക്ക് ചായ കുടിച്ചെങ്കിലേ കണ്ണെല്ലത്തിൽ വിരിഞ്ഞു ഓപ്പൺ ആവിടും. അപ്പൊ എടുത്ത വായി പിന്നെ കേട്ടത് എവിടെങ്കിലേ ചിലപ്പോ അവർ വെപ്പ് വന്നാല് എപ്പം മങ്ങിലാവുമ്പോ ജാഗ്രത ആക്കണം. പൊതു പാവത്തെ കാണാ സ്ട്രോങ് പെണ്ണിട്ട് നോക്കി മങ്ങിലാ കൊതിയ നിങ്ങൾ ഞാൻ എപ്പം ചൊല്ല നക്ക് നിങ്ങൾ കുടുംബ ജീവനത്തെ തരണ്ട തന്നെ എവിടെ കാര്യം തറക്കൂലൊന്നും തരണ്ട എല്ലാരും ടെൻഷനുണ്ട് തന്റെ പോ അതേ വിഷയം റായത്തോ അതേപോലെ കൽപ്പും അതേപോലെ. ഞാനിപ്പോ പുതിയ എന്തെങ്കിലും കിട്ടാൻ നോക്കിയിട്ടുള്ളൂ കിതാബ് നോക്കിയിട്ട് എന്തെങ്കിലും വേറെ പുതിയ ചൊല്ലുകൊണ്ടാണ്. ഇനി ഈ മൂത്തോണ്ടട്ട പൽക്കന്നിട്ട് സമ ഉസ്താദിന്റെ ക്ലാസ് കേട്ടിട്ട് എലോൺ ഔത്ത് വന്നേ കുളിച്ചിട്ട് ഡ്രസ്സെല്ലാം ഇട്ടിട്ട് മൂത്തോണ്ടട്ട പോയിട്ട് സോറി കേക്കോ. അപ്പൊ ഈ ദാദ കേട്ടല്ലേ എവിടെങ്കിലേ ഭാര്യ അമ്മസാറത്തുള്ള അമ്മസാറ കടിപ്പിടി കണ്ടിട പോലെ എവർ വ്യക്തമായി എവറാൻ ചൊന്നിട്ടില്ല. കാരണം പേടി ചൊന്നും കൊന്തുണ്ട് ഈമ പുട്ടില്ലേ ഈമടെ കൊണ്ടേ സീപ്രിയായിടോ ഈമ പുട്ടിലായിട്ട് കൊന്തുണ്ടോ ഉണ്ടില്ലേ ചൊന്നില്ല ലക്കുർ മൊത്തം പോകുണ്ടി
ബാബ വിട്രി അത്രേ ചൊന്നെങ്കിലും നടക്കാനേ വന്നുണ്ടോ അങ്ങനെ ജോക്കറ്റയുടെ ഉമ്മ പെങ്ങന്മാരൊക്കെ എല്ലാം ചൊന്നിട്ടുള്ളൂ. അല്ലാഹു ഞങ്ങൾക്ക് വലിയ ബർക്കത്ത് കൊടുക്കും റഹ്മാനെ. ഉമ്മമാരെ ആരെങ്കിലും എഞ്ചി പോയാൽ ഉമ്മമാരെ എഞ്ചി പോയെങ്കിൽ അയിമ ആ കൂട്ടത്തിൽ പെട്ടതിൽ ഇപ്പം മേൽ വെക്കും. ഇപ്പം എഞ്ചി പോയിത്താ ആ പോയത് അതുകൊണ്ടല്ലേ അയിമ ഒമീൻ ഹുന്ന ആ കൂട്ടത്തിൽ പെട്ടതിന് ഒന്ന് എഴുതി വെക്കണം. വെറുതെ ഒന്നല്ല, അത് ഇഷ്ടമില്ലാണ്ടാവുമ്പോ എഞ്ചി കൊണ്ട് മെല്ലെ മാറ്റർ ഉണ്ടല്ലോ. ഇഷ്ടമില്ലാണ്ടാവുമ്പോ അല്ലെങ്കിൽ അപ്പമേ എന്തേ പോകുന്നുണ്ട് പാർത്തിൽ പോയെങ്കാവലെ അല്ലെങ്കിൽ മുപ്പടമേ പോയെങ്കാവലെ അത് അങ്ങനെ ചൊല്ലും. എന്താണോ ഈ പെണ്ണിങ് എല്ലാവരും അറിയില്ലേ ബാക്കിൽ തെച്ചിട്ട് അയിമ മോത്ത് ഇങ്ങനെ നോക്കും. മനുഷ്യന്മാർ വെടക്കാക്കടെ കോല നോക്കും. ഒരു ബാല കരന്നുള്ള റായത്തിലാവാ അവൾ പള്ളിക്ക് വണ്ടമേ ഇല്ല നോക്കുമ്പോൾ സ്വലാത്ര വാർഷികத்துக்கு വന്നോള. അപ്പൊ ഇപ്പറ ഞാൻ പേസ മഗ്രിബ് നിസ്കാരത്തിക്ക് എത്തിയ സ്വലാത്ത് വാർഷികத்துக்கு വണ്ടമേ ഇല്ല റായത്തിൽ. ഇപ്പറ ഞാൻ പേസ മറിച്ചിരായി പേസമാർ അഭിപ്രായത്തിൽ യാരാ ജോക്കട്ടങ്ങല്ല അകത്തേക്ക് മാത്രം പൽക്കറേ ಈಗ ಜಂಡ ಸೊನ್ನ ಅಪ್ಪ ಗುಸು ಸಾಕ್ಯಾರಲ್ಲ ಅಂಬೆ ಇಂಬೆನ ತುಲ ಪಲ್ಲಿರೊಳಗೆ ತುಳು ಕರೆವ ತುಳು ಪಲ್ಕರೆ ಅಂಡಲ್ಲ ನಂಗೆ ತುಳು ನಾಟ್ರಾಯಮೇ ಸೊಂದ ಇಂಬೆನ ತುಲ ಓಡು ಪಲ್ಕರೆ ತುಳು ಬ್ಯಾರಿ ತುಳು ಪಲ್ಕರೆ ಇಂಬೆನ ತುಲ ಅಂದ್ರೆ ಎಂದ್ರೆ ತುಲ ಅಪ್ಪ ವಿನರ್ತ ಚೊಂಡೆ ಸೀರನೆ ಉಂಟಿಲ್ಲ ಅದಕ್ಕೆ ಬಂದಿರಲ್ಲ. ഇത് കേട്ട ഓൻ പിന്നെ പള്ളി വന്നിട്ട് കാലമ്മ ആര് ഇതിന് ജവാബ്ദാരി ആര് ചൊല്ലു നോക്കാം. ഞങ്ങൾ ഒരു തമാശ കൊണ്ടിട്ട് ഒരു ബാലക്കാര നിങ്ങൾ ചൊല്ലുമാറ് ഞങ്ങൾ ചൊല്ലു കൊണ്ടു പള്ളി വരാണ്ടിക്കടെ ഉമ്മടോകെന്തേ അല്ലെ. പക്ഷേ കൽകുൽ നീക്കണത് അവിടെ മനസ്സിൽ വിചാരമുണ്ട്. ഞാൻ ഇനിയും പോയി അതേ ചൊല്ലുവാ നെക്സ്റ്റ് എന്ന് ചൊല്ലുവാ നിങ്ങൾ കക്ക വന്നാൽ ഇട്ടിക്കൊണ്ട് നിസ്കരിക്കാല എന്ത് ചൊല്ലു പാട്ടോ. അപ്പൊ അങ്ങനെ ഉണ്ട്. അപ്പൊ എത്ര വായിക ഈമ കേട്ടിട്ട് എവിടെ പോകണോ പോകുന്നുണ്ട് ഇപ്പത്തെ അർജന്റ് വന്നു ചൊല്ലേ ഈമ ഇങ്ങനെ നിന്റെ മേലെ നെഞ്ചു വിരിച്ചിട്ട് അതാ പോലെ ചൊന്നിട്ടേ പോണു അന്ന് ചൊല്ലടി മാമ ഈമ കുറ്റിട്ട മേലെ ലാക്ക് എതിർത്തത്. അപ്പൊ ജന്തു ഇതരി ബംഗാറിട്ട് വിളിക്കുമ്പോൾ കൊസി അവിടെ അല്ലേ വെള്ളിയിട്ട് വിളിക്കുമ്പോൾ അത്ര കൊസി ആവണത്തില്ല. ഒന്ന് ഡയമണ്ട് ഇട്ട് വിളിക്കണം എന്നിട്ട് വിളിച്ചിട്ട് ജന്തു ഇതാ പിന്നെ പള്ളിയുടെ ഉസ്താദ് ജന്തു നാനും അവനും ഏലോണ്ടുള്ള സമാവുള്ള ഈ നാലത്തെ ദുനിയാവുക്ക് നങ്ങനെ കലാട്ടാക്കി കൊണ്ട് അടിച്ചു പോകുന്നിട്ട് പൽക്കറിയാട്ടെ ഞങ്ങൾ ഒരേ ചോരല്ലേ നങ്ങനെ മുണ്ടാണ്ട് വെച്ചിട്ട് എത്ര നാൾ തോന്നും ഇണ്ട് മുഖം നോക്കോ ടൈമില്ല മനുഷ്യ കുടുംബത്തിലെ മുഖം നോക്കോ ടൈമില്ല അങ്ങനത്തെ ഇണ്ട് ഞങ്ങൾ ടൈമില്ല മുഖം നോക്കും. നാളെ മറിച്ച് കിടക്കുമ്പോ പണ്ട് പറ നോക്കണു എത്ര മുഖം നോക്കും. ഹയാത്തിലിക്കുമ്പോ മുഖം നോക്കും ടൈമില്ല നമുക്ക് പരസ്പരം മുഖം നോക്കോ ടൈമില്ല എന്താ മറിച്ചിട്ട് മയ്യത്തായി കിടത്തിയപ്പോ പണ്ട് അത് തുറന്ന് കാട്ട് കൊടുത്ത അവിടെ നീട്ടിക്കിടാം. ഹയാത്തിലിക്കുമ്പോ എത്ര ചാൻസ് ഇട്ടും പരസ്പരം മുഖം നോക്കൂ. ആ മുഖം നോക്കിയ വന്നങ്ങ ഇല്ല ഞങ്ങൾ മൊബൈലിൽ നോക്കിയപ്പോ സുമൈനെ പിടിച്ച് ജാവത്തോൾ മജ്‌ലിസിലേ വെച്ചു. ഞങ്ങൾ കുടുംബത്താലെ മുഖം നോക്കാൻ നമുക്ക് ടൈമില്ല. ഒരു മങ്ങിലത്ത് പോക ടൈമില്ല. ഒരു നല്ല പടക്കത്ത് പോക ടൈമില്ല. വിളിച്ചങ്ങളെ ചൊല്ലമെന്തേ ബിസി 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 തീരുകയില്ല ഉണ്ട് ബിസി മച്ചപ്പ പണ്ട് പറ നോക്കണേ അമ്മ നോക്കണം പാടി ഇങ്ങനെ തിരിഞ്ഞ് നോക്കണുണ്ട് ഇങ്ങനെ പോയി ഇങ്ങനെ ഫാൻ തിരിഞ്ഞ പോലെ തിരിഞ്ഞിട്ട് ഇങ്ങനെ നോക്കണേ. ഹയാത്ത കാലത്തിലെ മുഖം നോക്കുക ഞാൻ നേരെ ചൊന്നിട്ടുള്ള ചിരിക്കുകല്ല ഈ ഓരോ പൽക്കവും ചിരിക്കടേക്ക് തൊന്നരല്ല ചിരിച്ചിട്ട് കൽവ് കർത്താക്കിട്ട് എടുക്കൂ ലൈഫിൽ ബദലാവണെ മറുപടി പറയണു അതായിട്ട് കിടന്നെ വാദന തുടക്കത്തിൽ ചൊന്ന് ഞങ്ങളെ നോട്ട നമുക്ക് പാട്ടായിട്ടിക്കണു ഞങ്ങളെ മൗന നമുക്ക് ആലോചന ആയിട്ടിക്കണു. ഇത് കേട്ടിട്ട് കാര്യം ഒരു മൂന്നാമത്തെ വാള് കഴിഞ്ഞെങ്കിൽ എന്തും ആവുകില്ലേ. അതേ ടൈമിൽ വാള് കഴിഞ്ഞ് ടൗത്തിൽ പോയിട്ട് വെച്ചിട്ട് ഒരു അര ഗണ്ടയെങ്കിലും ചൊന്ന വിഷയം ചിന്തിക്കൂ ഒക്കാലേ ചൊന്നതിന് എന്തെങ്കിലും രണ്ട് വിഷയത്തിൽ നെഗറ്റീവ് വെക്കൂ അതേ ചൊന്നിട്ട് പാടണ്ട. അതേത് വാചന ഉസ്താദിന്റെ വാതിലോ രണ്ട് വിഷയം നെഗറ്റീവ് അതേ ചൊന്നിട്ട് പാടണ്ട. ബാക്കിയുള്ള 98 വിഷയവും അത് വെച്ചിട്ട് ചിന്തിച്ചിട്ട് ഒക്കല്ലേ ചൊന്നു അത് നേരല്ലേ ചൊന്നു ഒന്ന് ചേഞ്ച് ആവണല്ലേ എന്നാണ്. നിന്റെ മൂക്കിൽ പരത്തി വയ്ക്കണമെന്നോലു നിന്റെ തടിയുടെ കഫൻ വസ്ത്രം കൊണ്ട് പൊതിടമെന്നോലു നിന്റെ മയ്യത്തുകം പോയിട്ട് 6 അടി മണ്ണിടെ കീഴിൽ ദഫനാക്കിടണമെന്നോലു കാണുന്നു നല്ലാവണ്ടേ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് ആ കലിമത്തു തൗഹീദ് ചൊന്നിട്ട് മരിച്ച പോലെ നമുക്കൊന്ന് മരിക്കണ്ടേ. അപ്പ ഉമ്മ ഇപ്പെന്തല്ലേ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു മനസ്സ് വന്നോ ഇത്രത്തോളം ഉണ്ടാണ്ട് വെച്ചിട്ട് ഇപ്പെന്താ നിങ്ങൾക്ക് മൂത്തോണ്ടിട്ട് പൽക്കറിയുണ്ട് അത് പള്ളിയുടെ ഉസ്താദ് അയിമയുടെ ദൂരിട്ട് ഫലമില്ല. അയിമ ഉസ്താദ് തിങ്കൾ കുറക്ക ചോറാക്കിട്ട് കൊടുക്കണം വേണമെങ്കിൽ അല്ലാഹു ബർക്കത്ത് കൊടുക്കണം. പക്ഷേ ഇബ്ലീസ് ചുറ്റിയോണ്ടുള്ള ആ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി അവನು ಕೊಡುಲ್ಲ ನಲ್ಲಾವಗ ಉಮ್ಮ ನಿಂಗಲ ಮಾಪ್ಲ ಮಾರ್ಗ ನಿಂಗ ಸಪೋರ್ಟ್ ಆವಡು ಆ ಮಾಪ್ಲ ಮೀತು ಮೂತೋಂಡ പൽക്കറിയാണ്ട രച്ചിന്നെങ്കിൽ മൂയലോണ്ട പെഞ്ഞേ ചൊല്ലണോ എന്തരായെങ്കും നിങ്ങളെ കാണ്ടി വയസ്സ് വലിയ ആളുകള് മൂത്തോടല് പാപ്പട സ്ഥാനല് ദുനിയാവിടെ നാറിയ വിഷയത്തുക്ക് ചെറിയ ചെറിയ വിഷയത്തുക്ക് നിങ്ങ എന്തിക്ക് പൽക്കറിയാണ്ട നീക്കിടോ ഒന്ന് പോയിട്ട് സമാവറൂ അതേ എല്ലോ
ഓന്റെ പെഞ്ഞൈ ചൊന്നിട്ട് എലോണ്ടോ മാപ്പിളുടെ മൂത്തോണ്ട് മുട്ട കടത്തിട്ട് പൽക്ക പരിപാടിയാലോ ജോക്കന്റെ പള്ളി വട്ടാരത്തിൽ പെണ്ണുകുബേനായിട്ട് സംവിധാനിച്ചിട്ടുള്ളൂ. സദസ്സിൽ വെച്ചിട്ട് നൗഫലിന്റെ വാല് കേട്ടോണ്ടുള്ളൂ. തന്റെ മൂത്തകമാര് പെങ്ങന്മാര് സ്വർഗത്തിൽ അല്ലാഹു നിക്കൊരു അകയെടുത്ത് തണ്ട. ഇതാ സ്വർഗത്തിൽ അല്ലാഹു നിക്കൊരു അകയെടുത്ത് വെച്ചിറ. അത് നിന്റെ നിസ്കാര കണ്ടിട്ടായിട്ടിക്കാല്, നിന്റെ ഖുർആൻ ഓത്തു കേട്ടിട്ടായിട്ടിക്കാല്, നീ ചൊന്ന ദിക്ർ കേട്ടിട്ടായിട്ടിക്കാല്, നിന്റെ തസ്ബീഹയുടെ കണക്ക് കൊണ്ടായിട്ടിക്കാല്, നീ എടുത്ത റാത്തീബയുടെ കണക്ക് കൊണ്ടായിട്ടിക്കാല്, നിന്റെ മാപ്പലയുടെ മൂത്തോണ്ടു തമ്മിലുള്ള കൗട്ടുംബിക വടത്ത ഉണ്ടല്ലോ, അത് നിന്റെ പൽക്ക കൊണ്ടിട്ട് നീ സമാക്കി കൊടുത്തല്ലോ. ഈ ബിയാര കൽബുലു ഒന്ന് കൊമ്പരണോ പെണ്ണേ. ചൊന്നോട്ട് വന്ന വിഷയം അതായിട്ടിക്കട ഖുർആനിൽ അല്ലാഹു ചൊന്നേ നല്ല ഖൈറുള്ള രണ്ടാമത്തെ പൽക്കയന്ത്രോ ഔ ഇസ്ലാഹിൻ ബൈനന്നാസ്. ആൽമാര നടുരു ഐക്യത്താക്കു നോക്കണോ, ദൂരെ പോണ്ടങ്ങല മുട്ടാക്കു നോക്കണോ, മുട്ടത്തങ്ങല ദൂറാക്കു നോക്കണ്ട. ഈ രണ്ട് വിഷയം ചൊന്നിട്ടു ഖുർആനിൽ അല്ലാഹു ചൊല്ല നോക്കറു. നിങ്ങൾ സമാ കാത് തന്നിട്ട് കേൾക്കറൂ, സമാ കാത് വെച്ചിട്ട് കേൾക്കറൂ, സമാ മനസ്സ് തന്നിട്ട് കേൾക്കറൂ. വമൻ യഫഅൽ ദാലിക അല്ലാഹുടെ തൃപ്തി വിചാരിച്ചിട്ട് റബ്ബുടെ പൊരുത്തനിരിച്ചിട്ട് ആരെങ്കിലും നീ ജണ്ട് വിഷയാക്കിയാറോ അല്ലാഹു തആല വലിയ കൂലി പിന്നെ തറുകു പോണ്ട. അള്ളതുള്ള അതാ ഗ്യാരന്റിയുടെ പൽക്ക ആറാറ് തണ്ടതര ബഗ്ഗല്ല റബ്ബ് ചൊന്നോട്ടുള്ളൂ. അവണു തണ്ട ഓണു തണ്ടാട്ടല്ല അല്ല ചൊന്നോട്ടുള്ളൂ. അവണുക്ക് നാണതാ പിന്നെ ചെമ്മ കൂലി തണ്ട്, ചെമ്മ പ്രതിഫല കൊടുക്കട, ചെമ്മ സവാബ് കൊടുക്കട. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല ചൊല്ലത് കണ്ട് ഇക്കട്ട് നാ ചൊന്നോട്ട് വന്ന വിഷയ ഉമ്മമാര് ഔത്തുല് എത്തരേ സൊറയിക്കട്ട് ചാവു വേഗ ഉറങ്ങണ സ്വഭാവ ഔത്തുറ ഉൽഗത്ത ലൈറ്റ് ചാവു വേഗ ബന്ധാവണു, സുബഹിക വേഗ ലൈറ്റ് ഓണാവണു. അതായിട്ടിക്കട ഖുർആനിൽ അല്ലാഹു തആല ചൊന്നു, അതായിട്ടിക്കട ഖുർആനിൽ അല്ലാഹു തആല ചൊന്നു. കാരണം എന്തോ അതേ വേഗ യസർത്താവണു, സുബഹിയുടെ മുന്നോല് വേഗ എനിക്കണു. ഒരു നല്ല കുടുംബ ഏത് കൊണ്ടുണ്ടാ, ഒരു നല്ല കുടുംബ ഏത് ഒട്ടിക തേക്കുമ്പോ തിന്നര കുടുംബ, ഒട്ടിക തെച്ചിട്ട് ഉണ്ണട കുടുംബ, സുബഹിയുടെ മുന്നോല് എനിക്കിട കുടുംബ. എത്രയാണ് ഈ ഒരു സ്വഭാവം ഉണ്ടോ? സുബൈ ബാങ്ക് കൊടുക്കേണ്ടത് മുന്നോല് എനിക്കിട സ്വഭാവം. എത്ര പെണിങ് കൊണ്ട് സുബൈ ബാങ്ക് കൊടുക്കേണ്ടത് മുന്നോല് എനിക്കിട സ്വഭാവ. പണ്ട് പെണിങ് അങ്ങനെ ആയിട്ട് ഇണ്ടു ഉള്ളാറ് ദൈവമ്മമാരെല്ലാം അങ്ങനെ എങ്ങനെ ബാങ്ക് കൊടുക്കേണ്ടത് മുന്നോല് എനിച്ചിട്ട് ഉതുവെടുത്തിട്ട് ജുബമക്കനെ ഇട്ടിട്ട് ജനറൊക്കെ തഹജ്ജുദ് നിസ്കരിച്ച് ഖുർആൻ ഓതിട്ട് വേഗ കണ്ടിട വായ തുറന്നിട്ടെ. എന്താ കാരണം? സുബഹി ബാങ്കയുടെ സൗണ്ട് ഉൽഗത്ത് ബറകുവേനായിട്ട്. ഇപ്പൊ മാപ്പിള വന്നിട്ട് ഔത്തുള്ള വന്നിട്ട് കേൾക്കണം മിഞ്ഞരട്ട സുബൈ ജമാഅത്ത് കഴിഞ്ഞ് വന്നിട്ട് എന്തിനീ ഓപ്പൺ ആയിട്ടില്ല ഐമോണ്ടല്ലേ കേക്ക് കുറയുമ്പോഴട്ടാണ് നിങ്ങൾ ഉമ്മടട്ട് പോയിട്ട് കേൾക്കുമ്പോ അവനുള്ളല്ല അവളിട്ട് കേൾക്കല തുറക്കാല അങ്ങനല്ലേ. വേഗം ഇരിക്കണോ, അതൊരു വലിയ സ്വഭാവം. ഒട്ടിക്ക് തെച്ചിട്ട് ഉണ്ടോണോ. അല്ലാഹു ബർക്കത്ത്, അല്ലാഹു ബർക്കത്ത്. എത്ര ഉണ്ട് അഞ്ച് നിമിഷം ഒറ്റയ്ക്ക് തെച്ചിട്ടുണ്ണുമ്പോ ഒരു നിയത്ത് വയ്ക്കണം. വീണ്ടും തോലും വെച്ചിട്ടാണ് നിയത്ത്. റിഫായ് ശൈഖ് റളിയല്ലാഹു അൻഹു തിങ്ങലല്ലേ ഞങ്ങൾ റിഫായ് റാത്തിബാക്കടങ്ങല്ലേ. റിഫായ് ശൈഖ് റളിയല്ലാഹു അൻഹു എല്ലാവരുടെ സ്വന്തം എന്തുറ നിങ്ങൾ തിന്നുമ്പോ ഒരു നിയത്ത് വയ്ക്കണോ. എന്ത്ര നിയത്ത്? അത് കടിക്കട ഇത് കടിക്കട അങ്ങനെയൊന്നും അല്ല. എന്ത്ര നിയത്ത്? എന്ത്ര നിയത്ത് വയ്ക്കണം ചൊല്ലണം. ബിസ്മി എല്ലാവരും ചൊല്ലാർ, ബിസ്മി അല്ലാത്ത അങ്ങാറില്ല, ബിസ്മി എല്ലാവരും ചൊല്ലാർ. എന്ത്ര നിയത്ത് വയ്ക്കണം ചൊല്ലണം നോക്കാം. ഒരു നിയത്ത് വയ്ക്കണം. എന്ത്ര നിയത്ത്? ഞാനിത് തിന്നോണ്ടുള്ളോ അള്ളാഹുടെ ഇബാദത്തിന് വേനായിട്ട് നക്ക് കൂവത്ത് കിട്ടുക ശക്തി കിട്ടുക ചൊല്ലൊരു നിയത്ത്. റിഫായ് ശൈഖ് റളിയല്ലാഹു അൻഹു എപ്പോഴും തിന്നുമ്പോ ആ നിയത്ത് വെച്ചോണ്ട് തിന്ന് നാലാലൊട്ട ഒട്ടിക തെച്ചിട്ട് ഉണ്ണടങ്ങലട്ട ആ നിയത്ത് വയ്ക്കുക ചെന്നോ. നിങ്ങൾ ഇങ്ങനെ നാഷ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോ ചോറുണ്ണുമ്പോ ഒരു നിയത്ത്. എന്ത്ര നിയത്ത്? ഞാൻ ഇത് തിന്നതും കുടിക്കുന്നതും അള്ളാഹു ഇബാദത്തെടുക്കുക നക്ക് കൂവത്ത് കിട്ടുക വേനായിട്ട് ശക്തി കിട്ടുക വേനായിട്ട്. റിഫായ് ശൈഖ് റളിയല്ലാഹു അൻഹു അങ്ങനത്തെ ഒരു നിയത്ത് വെച്ചോ. നാലാല് ഒട്ടിക തെച്ചിട്ട് ഉണ്ണോണ്ടിക്കും മംഗലട്ട നിയത്ത് വയ്ക്കുക ചെന്നോണ്ടിന്ത്. അങ്ങനത്തെ ഒരു സ്വഭാവം അങ്ങനെ ലൈഫിൽ പറഞ്ഞു. ഞങ്ങൾ ഒട്ടിക തെച്ചിട്ട് കുട്ടുമ്പോ ഒട്ടിക തെച്ചിട്ടുണ്ടുമ്പോ എല്ലാവരും അങ്ങനെ നിയത്ത് വെച്ച് നോക്കണം. മാപ്പിലും അങ്ങനത്തെ നിയത്ത്, പിന്നെയും അങ്ങനത്തെ നിയത്ത്, മക്കും അങ്ങനത്തെ നിയത്ത്. സീക്ക് പറയാലേ, സീക്ക് പറയാലേ നേരു നല്ല നിയത്ത് വെച്ചിട്ട് അങ്ങനത്തെ നിയത്ത് വെച്ചിട്ട് നോക്കാം. എങ്ങനത്തെ നിയത്ത്? ഞങ്ങൾക്ക് ഇബാദത്തെടുക്കുക ഒരു കൂവത്ത് കിട്ടണോ. എന്നിട്ടതാ ആ നല്ല കുടുംബ സുബഹിയുടെ മുന്നോല് എണിക്കണോ, സുബഹി ബാങ്ക് കൊടുക്കടതര മുന്നോല് എണിക്കണോ.
അതുകൊണ്ടല്ലേ ഷാഹ് ശുജാ റളിയല്ലാഹു അൻഹു ചൊല്ല ഒരു വലിയ മഹാനിന്റെ കഴിഞ്ഞ കാലത്തില് ആ മഹാന്റെ ചരിത്രത്തിൽ കണ്ട ആ മഹാൻ അന്നഹു ലം യനം 30 സന. ആ മഹാന് 30 വർഷം ഉറങ്ങിയിട്ടില്ല. 30 വർഷം ഉറങ്ങാത്ത മഹാൻ. പക്ഷേ ആ മഹാന് 30 വർഷം ഉറങ്ങാണ്ടായപ്പോ ഒരു നാല് ആ മഹാൻ ജാവ് ഉറങ്ങി പോയിട്ട് 30 വർഷം ഉറങ്ങാത്ത ഷാഹ് ശുജാ റളിയല്ലാഹു അൻഹു അതാ ആ മഹാന് ഒരു ജാവ് അതാ ഉറങ്ങി പോയിട്ട് ഉറങ്ങിയപ്പോ ഉറക്കില് സ്വർഗത്തെ കണ്ട്. ഞങ്ങൾ എന്തെല്ലാം കിനാവ് കണ്ടോണ്ടുള്ള സ്വർഗത്തെ കണ്ടമാ. ആ മഹാന് 30 വർഷം ഉറങ്ങാത്ത മഹാന് പക്ഷേ ഒരു നാല് ജാവ് ഉറങ്ങിയപ്പോ സ്വർഗത്തെ കണ്ട്. സ്വർഗത്തെ കണ്ടപ്പോ മഹാന് ചിന്തിക്കട്, യസർത്തിലിക്കുമ്പോ നമുക്ക് സ്വർഗ കാണുകയില്ലല്ലേ. അതേ ടൈമില് നാണ് ഉറങ്ങിയപ്പോ ആ ഉറക്കിൽ അല്ലാഹു തആല നമുക്ക് സ്വർഗത്തെ കാട്ടിത്തന്നല്ലേ. പിന്നെ ആ മഹാന് എവിടെ പോകുമ്പോ ആ മഹാന്റെ കയ്യിലെ തൽക്കാണിക്കിടൂല. എന്തേ കാരണം പോയവിടെ ഉറങ്ങുകവേനായിട്ട്. കാരണം ഉറക്കില് അല്ലാഹു തആല എത്രമാ നല്ല നല്ല കിനാവ് കാട്ടാ. മർച്ചങ്ങളെ കിനാവ് കണ്ടെങ്കിൽ ജാഗ്രത ആക്കണോ. മർച്ചങ്ങളെ കിനാവ് കണ്ടങ്ങ ഉള്ളാറാ പേടിയായിത്തല്ലേ. മർച്ചങ്ങളെ കിനാവ് കണ്ടെങ്കിൽ നിങ്ങൾ ജാഗ്രത ആക്കണോ. ചെല്ലുമ്പോ ഒന്നും പേടിക്കടാണ്ട്. ഇതേ കാരണം നാ മരിക്കണേ, നാ വേഗം മരിക്കണേ. മഹാന്മാരെ കിതാബ് എഴുതി വെച്ചത് കണ്ട് മർച്ചങ്ങളെ കിനാവ് കണ്ടെങ്കിൽ അതിൽ ഒരു ഉപദേശം ഉണ്ട്. ആ കിനാവ് വെറുതെ കണ്ടോണ്ടെങ്കിൽ പേടിക്കണ്ട. മർച്ച ഉമ്മ, മർച്ച ബാപ്പ, അങ്ങനെ നിങ്ങൾ കിനാവ് കണ്ടാറാ. മർച്ച ചങ്ങായിയുടെ കിനാവ് കണ്ടാറാ. മർച്ച മോന്റെ കിനാവ് കണ്ടാറാ. മഹാന്മാർ കിതാബിൽ ചെന്നാറ് രണ്ട് നിലക്ക് നിങ്ങൾ കാണുവാർ കിനാവ്. ഒന്നാ മർച്ച ഉമ്മ, മർച്ച ബാപ്പ എന്തമാ ഒരു ബേജാറിൽ വെച്ചിട്ടുള്ള പോലെ കിനാവ് കാണുവാറ്. അങ്ങനെ കിനാവ് കണ്ടെങ്കിൽ അതിന് അർത്ഥം എന്തോ അങ്ങക്ക് നിങ്ങളെ ഓത്തു വേണാവൂ, അങ്ങക്ക് നിങ്ങളെ സ്വതക്കാകത്തേക്കൂ, അങ്ങനെ കബറിൽ നെമ്മതി കൊറടിക്കൂ. അപ്പൊ നിങ്ങൾ അങ്ങനെ പേരിൽ സ്വതക്ക കൊടുക്കണം. വെറുതെ കിനാവ് കണ്ട് തീർത്തെങ്ങമയ്യാവാല. പിന്നെ സ്വതക്ക കൊടുക്കണു. അങ്ങനെ കബറുക പ്രയോജനം കിട്ടുമ്പോഴത്തെ സ്വറാക്കണു. അതേ ടൈമിലോ അങ്ങനെ നല്ല കൊസിലുള്ളത് കാണ്ട് ഉമ്മ നല്ല ചിരിച്ചിട്ട് നല്ല ഡ്രസ് ഇട്ടിട്ട് പുതിയ പെണ്ണിട പോലെ ഉമ്മ ഇങ്ങനെ തെച്ചിട്ടുള്ള കിനാവ് കാണുമ്പോ അൽഹംദുലില്ലാഹ് ഉമ്മ ഈ ദുനിയാവില് തെല്ല് കഷ്ടത്തിലുണ്ടെങ്കിലോ ആ ദുനിയാവില് ആഖിറത്തിൽ ഉമ്മത്തിൽ സുഖത്തിലുണ്ടോ. ഇങ്ങനെ മർച്ചകളെ കിനാവിൽ കണ്ടെങ്കിൽ അതിൽ പാട്ടമുണ്ടോ. മഹാന്മാര് ചൊന്നാരിക്കട്ട് ഞാനിപ്പ ആ ഭാഗത്തുക പോണ്ടില്ല. ഷാഹ് ശുജാ തങ്ങളെ ചരിത്രം നോക്കൂ നിങ്ങൾ. 30 വർഷം മഹാന് ഉറങ്ങില്ല. പക്ഷേ ആ 30 വർഷം കഴിഞ്ഞ പിന്നെ ഒരു ജാവ് മഹാന് ഒരു ഉറക്ക് വന്നു പോയിട്ട് ഉറങ്ങിയപ്പോ ഉറക്കിൽ അല്ലാഹു തആല സ്വർഗത്തിലുള്ള നിഅമത്ത് കാട്ടിക്കൊടുത്തപ്പോ പിന്നെ മഹാന് ചിന്തിക്കട്, നല്ല നല്ല കിനാവ് കാണണമെങ്കിൽ ഉറങ്ങണല്ലേ. പിന്നെ എവിടെ പോകുമ്പോ മഹാനതാ കയ്യിലെ തൽക്കണി പിടിച്ചിട്ട് പോണ്ടു. ചരിത്രത്തിൽ കണ്ട് അതുകൊണ്ടായിട്ട് കിടന്നു ചാവ് വേഗ ഉറങ്ങിട്ട് സുബഹിക വേഗ എണിക്കണോ. ചാവ് വേഗ ഉറങ്ങിട്ട് സുബഹിക വേഗ എണിക്കണോ. ആ സുബഹിക എണിക്കുമ്പോ ശ്രദ്ധിക്കണായ വിഷയം എന്നോ ഹദീസിലെ കാണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങജന്തു മനുഷ്യ ഇദാ നാമൽ അബ്ദു അല്ലാഹുടെ ഒരു അടിമ മീത്ത് ഉറങ്ങിയെങ്കിൽ ഇതാ നിങ്ങൾ പോയിട്ട് ഉറങ്ങടാ, ഒത്തു പോയിട്ട് ഉറങ്ങടാറല്ലേ. അല്ലാഹു തൗഫീഖ് തരും. ഉറങ്ങുക, അല്ലാഹു തൗഫീഖ് തരും. ജനറക്കാർ നിസ്കരിക്കുക അല്ല അത് പറഞ്ഞേ ഉറങ്ങുകൊണ്ടല്ലേ. അതൊക്കെങ്കിലും ഒരു ചോറാമീൻ ചൊല്ലല്ലേ. അല്ലാഹു ഉറങ്ങുക തൗഫീഖ് തരും. ഉറക്ക് പിടിക്കുമോ അല്ലാഹു തൗഫീഖ് തരും. ഔത്ത് പോയി ഉറങ്ങിയെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങജന്തു അതെ ആ ഉറങ്ങിയ മനുഷ്യരുടെ തലയുടെ മേല് ശൈത്താൻ 3 കെട്ട് കെട്ടുള്ള. പിന്നിങ്ങ തലയിൽ ചുട്ടി കെട്ടിയത് കണ്ട, അങ്ങനെ തലയിൽ ആണികളെ തലയിൽ കെട്ട് കെട്ടിയത് കണ്ടില്ല. ശൈത്താൻ 3 കെട്ട് കെട്ട ഉറങ്ങിയപ്പോ വന്നിട്ട് കെട്ടാവണു. അല്ലാഹു കാക്കട്ടെ. എത്ര ആമീൻ നിങ്ങൾ 9 കെട്ട അവൻ വലിയ മുമ്പല്ലേ അവൻ കെട്ട. പക്ഷേ ആ കെട്ട് കിലിക്കണം. അണ്ടന്റെ കെട്ട് അണ്ടന്റെ കിലിക്കണം. അണ്ടന്റെ കെട്ട് അണ്ടന്റെ കിലിക്കണം. അങ്ങനെ കെട്ടിയ നൂലിന്റെ കിലിക്കോ നമുക്കാവില്ല. പിന്നെ ഒത്ത റൗണ്ട് ഇട്ട് കൊടുക്കരുത്. ഗിൽച്ചിതാണ് അവന് ചുമട്ട് ഉകരില്ല. ഇതിങ്ങനെ കെട്ട് കിലിക്കോ ഉകരില്ല. നീ ഇന്നലെ മീത്തു തന്നെ ഇണ്ട് ഉഗരെടുത്ത തരേ ഇന്നലെ ഉഗരി എത്രല്ല കെട്ട് നങ്ങെടുത്തറ മെയ്യാവലെ 4 കെട്ട് ആ 3 കെട്ട് അണ്ടന്റെ എടുക്കണം. അണ്ടന്റെ എടുക്കണം. ഇണ്ടത്തെ കെട്ട് 4 എടുക്ക 6 കെട്ട് ഏതായാലും 3-4 ഒട്ടിಗೆ എടുക്കാണ്ട് ഇങ്ങനെ ഒളിമ്പ് കെട്ട് ഒട്ടിಗೆ എടുക്കാണ്ട് അതാകാ അണ്ടന്റെ ശൈത്താൻ കെട്ടിയ കെട്ട്. ഞാൻ ഓർക്കുമ്പോ ഇണ്ടു നിങ്ങൾ വാദന സദസ്സിൽ വന്നിച്ചത് കൊണ്ട് നോമ്പൊക്കെ അവിടെ വാത് കേട്ടത് കൊണ്ട് ഇണ്ടെന്ന് കെട്ടൊക്കെ പറഞ്ഞിട്ടില്ല. ഇന്റെ വേഗമണ്ട ഇത് വേഗമണ്ട എന്ന് കാരണം 4 മിനിറ്റ് സുബഹി നിങ്ങൾ വേഗം നിൽക്കുവാറായി എന്ന് വിചാരിച്ചിട്ട് വേഗമണ്ട. വേഗം വന്നിട്ട് നിങ്ങളെ തലയുടെ മേലെ 3 കെട്ട് കെട്ട. ഇത് നാനല്ല ചൊല്ലോ, ഇത് ആര് ചൊന്നോട്ടുള്ളൂ? നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലു.
ആ ശൈത്താന് നിങ്ങളെ മുട്ടജാവ് ഉറങ്ങുമ്പോ എന്നിട്ടതാ തലയുടെ മേല് ശൈത്താന് 3 കെട്ട് കെട്ടാ. ആ കെട്ട് സുബഹിക്ക് നീനെ എണിക്കുമ്പോ അത് പൊട്ടുപാട്ടാണ്ട് എണിക്കുക തീറാ. നിന്റെ ഔത്തുറ പുറത്തു പോകുമ്പോ നീനെ നെയ്ക്കുക പോകുമ്പോ പാണ്യത്തുക പോകുമ്പോ നിന്റെ തലയിൽ ആ 3 ശൈത്താന് കെട്ടിയ കെട്ടിക്കുക തീറാ. അതേപോലെ നീ എവിടേക്ക് പോകുമ്പം സമ നിന്റെ തലയിൽ ശൈത്താന് കെട്ടിയ 3 കെട്ടിക്കുക തീറാ. നിന്റെ ഔത്തറ പുറത്ത് പോകുമ്പോ പാണ്യത്തുക പോകുമ്പോ നെയ്ക്കുക പോകുമ്പോ ആ 3 കെട്ടും അതാ പോയിട്ടിക്കണു. ഏതായിട്ടിക്കണ 3 കെട്ട് പോകുക ആക്കണായ സ്വറയന്ത്രോ ഗോർമെന്റ് ആക്കിയേക്കാവാ. ഗോർമെന്റ് ആക്കി കെട്ടൊക്കിക്കാലല്ലേ മുടിയില്ലല്ലേ. അവനക്ക് നിങ്ങൾ മുടി വേണ്ടിട്ടില്ല തലയിൽ കെട്ട് കെട്ടുകോ. അവനക്ക് നിങ്ങൾ മുടി വേണ്ടിട്ടില്ല ചാന തലയുടെ തല മുടി കെട്ടി എത്ര 3 ആ 3 കെട്ടും പോകട്ടാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങുന്നു. ഫഇൻ ഖഅദ വദക്കറല്ലാഹു തആല അതേ എൻചിട്ട് ദയിക്കുമ്പോ ഉറങ്ങിയ ഉടനെ നിങ്ങൾ എൻചിട്ട് ദയിക്കിടാറല്ലേ. ആ ദയിക്കുമ്പോ അല്ലാഹുടെ ദിക്ർ ചൊല്ലണോ. അല്ലാഹുടെ ദിക്ർ നിങ്ങൾ അവിടെ ചൊന്നാറോ അതാ നിങ്ങളെ ഒരു കെട്ട് കിഴിഞ്ഞു പോണ്ടു. ശൈത്താന് കെട്ടിയ ഒരു കെട്ട് കിഴിഞ്ഞു പോണ്ടു. അത് കായിട്ടിക്കിട എൻച സാർത്ഥക ചൊല്ലണായോ അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനി ബഅദമാ അമാതനി വഇലൈഹിൻ നുശൂർ. ആ ദിക്ർ നിങ്ങൾ എൻച സാർത്ഥക ചൊന്നാറാ. അല്ലാണ്ട് എൻച സാർത്ഥക ഒന്ന് ജഡ എടുക്കണേട്ടുണ്ടോ രുചി ജഡ എടുക്കണ പോലെ ജഡ എടുക്കണേ അല്ലേ. ആ ജട എടുത്തിട്ട് കൊണ്ടു കെട്ട് ഒരു സടില് പോലും പോലെ അങ്ങനെയല്ലേ. കെട്ട് പോണ്ടത് പാട്ട് ഒരു സടില് പൊട്ടിട്ടുണ്ടല്ലേ. സടില് പൊടുക പോലും കൂടാല്ലേ. എഞ്ചിട്ട് അങ്ങനെ ആക്കണോയോ പിന്നെന്താക്കണോയോ ദിക്ർ എഞ്ചിട്ട് ദയിക്കണോ. എഞ്ചിട്ട് സീത എഞ്ചിട്ട് ഒരേ പോക്കും എഞ്ചിട്ട് ഒരേ പോക്ക് അതല്ല എഞ്ചി ദയിക്കണം. ഉറങ്ങിട്ട് എഞ്ചിട്ട് സീത ഒരു പോക്കല്ല പോണായേ എഞ്ചിട്ട് ദയിക്കണം പിന്നെ എഞ്ചിട്ട് പോകണം. അങ്ങനെ ആ ദയിക്കുമ്പോ അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനി ബഅദമാ അമാതനി വഇലൈഹിൻ നുശൂർ. ജാവു മരിപ്പാട്ടിയ ആ റബ്ബ് ആ റബ്ബിദാനക്ക് ഹയാത്തിട്ട് തന്ന അൽഹംദുലില്ലാഹ് ആ അല്ലാഹുവിനെ മറക്കുകവാലെ അല്ലാഹുക്ക് സർവസ്തുതി. അങ്ങനെ ചൊല്ലുമ്പോ അതാ ഒരു കെട്ട് കിഴിഞ്ഞു പോയിട്ട് പിന്നെ നീന സീത പോണായോടെ അതാ ഉളുവെടുക്കുക പോണു. അതാ രണ്ടാമതായിട്ട് നീൻ അവിടെ ഉളുവെടുക്കുമ്പോ നീനതാ അവിടെ ഉളുവെടുക്കുമ്പോ രണ്ടാമത്തെ കെട്ട് കിഴിഞ്ഞു പോയിട്ട് ഇനി നീ അത് കഴിഞ്ഞിട്ട് സുബഹി നിസ്കരിക്കുകയുള്ളതല്ലേ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലു അലാ വഇൻ സല്ലാ റകഅതൈനി. ആ എടുത്ത വുളൂ കൊണ്ടിട്ടു നീനതാ ഒരു 2 റകഅത്ത് സുബഹി നിസ്കരിക്കുമ്പോ ആ സുബഹി ഫർളായ നിസ്കാരം ഉണ്ടല്ലേ. ആ സുബഹി നിസ്കാരം നീ നിസ്കരിക്കുമ്പോ അതാ എല്ലാ കെട്ടും കിഴിഞ്ഞു പോയിട്ട് ഇന്നലെ ജാവുക നീന കിടന്നുറങ്ങിയപ്പോ നിന്റെ തലയിൽ വന്നിട്ട് 3 കെട്ട് ശൈത്താന് കെട്ടിയില്ലേ. ആ 3 കെട്ടും കിഴിഞ്ഞു പോയിട്ട് എന്നിട്ട് ഹബീബായ തങ്ങജന്തു ആ കെട്ട് കിഴിഞ്ഞെങ്കുള്ള കൊണയന്ത്ര കൊണ്ടുണ്ടോ അന്നിക്ക് എല്ലാ വിഷയത്തും ഒരു ചടയിക്കാല ഒരു പെടിച്ചിലിക്കാല ഒരു നല്ല ഉന്മേഷയിക്കൂ. എല്ലാ വിഷയത്തിലും ഒരു ഇൻട്രസ്റ്റിക്കൂ. അന്റെ ദിക്റുള്ള ഇൻട്രസ്റ്റിക്കൂ. അന്റെ ഖുർആനോട് ഇൻട്രസ്റ്റിക്കൂ. അന്റെ നൈക്കവും പാണ്യത്വവും പോക ഇൻട്രസ്റ്റിക്കൂ. മാത്രല്ല ത്വയ്യിബൻ നഫ്സി മനസ്സിന് നല്ല നെമ്മതിക്കൂ. അന്റെ ടെൻഷനിക്കാല ദുഃഖിക്കാല അന്റെ മനസ്സിന് നല്ല നെമ്മതിക്കൂ. അതേ ടൈമിൽ ഇല്ല ശൈത്താന് കെട്ടിയ 3 കെട്ട് കിളിക്കുക നിന്റെ ഉണ്ടായില്ലേ എങ്കിൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നോക്കുറങ്ങ അസ്ബഹ കസ്ലാ. അതേ അണ്ടത്തെ അവണോ മടിയായിട്ട് പോണ്ട. അവണൊരു മടി പിടിച്ചവണവിടെ അണ്ടവണക്ക് ഒരു വിഷയത്തിലും ഇൻട്രസ്റ്റ് ഇല്ല. അണ്ടവണക്ക് എല്ലാത്തിലും ഒരു പെടിച്ചില് എല്ലാത്തിലും ഒരു മടിയേ. അതുകൊണ്ട് ഞങ്ങളെ ഒരു നാളും മടിയില്ലാത്ത നാളാവണ. ഉമ്മ പറഞ്ഞല്ലോ എന്റെ മുഖത്തില്ല ഒരു ഭയങ്കര ഉദാസന ഭാവ എന്റെ മാപ്പിളിട്ട് പിന്നെ പറഞ്ഞാൽ ഉദാസന കെട്ട് കിഴിഞ്ഞിട്ടിക്കാല ഉമ്മ കെട്ട് കിഴിഞ്ഞിട്ടിക്കാല ഉദു എടുക്കുമ്പോ അല്ല ഉസ്താദ് നാ ഉദു എടുത്തല്ല ഉസ്താദ് നിങ്ങളെ മാപ്പിള ചൊന്നേ ഉദു എടുത്തെങ്കിൽ രണ്ടാമത്തെ കെട്ട് കിളിയിട്ട് ആ ഓക്കെ കിളിയിട്ട് നാ ഉദു എടുത്തരല്ലേ ഉസ്താദെ ഉദു എടുത്തറാറ് ഉദു ആയിട്ടിക്കാല അത് മാത്ര എന്താ കാരണം ഉദു എങ്ങനെ എടുക്കണുണ്ട് സമാ പഠിക്കണു. ഉദു ഒരു ക്രമയില്ലേ ഞങ്ങൾ ഉദു എടുക്കാൻ തുടങ്ങിയിട്ട് കാലത്ര ആയിട്ട് ഹൗലറഞ്ഞ നിന്നിട്ട് നോക്കുമ്പോ കൊത്താവിടും പുറത്തൊരുത്തര ഉദുവിടെ അവസ്ഥ അള്ളാഹു നല്ല രൂപത്തിൽ ഉദു എടുക്കും. അള്ളാഹു തൗഫീഖ് തരും. ഹൗലറഞ്ഞ നിന്നിട്ട് ഉദു എടുക്കുമ്പോ ഫസ്റ്റ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം കൈ കൽക്കുമ്പോ ഫസ്റ്റ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നിട്ട് ഉദു എടുക്കുമ്പോ അല്ലെ മുഖ കൽക്കട എങ്ങനെയായി മുഖം മേലത്തെ കീഴിലേക്ക് തന്നെ വീത്തും. ഇവിടെ ഇങ്ങനെ അപ്പുറം പോണ്ടല്ല മേലത്തെ കീഴിലേക്ക് അതായിട്ട് സുന്നത്തായ റൂപ ആ പരിപൂർണ സുന്നത്തോടുകൂടെ ഉദു. എന്നിട്ട് ആ ഉദു കഴിഞ്ഞു ഉസ്താദെ ഞാൻ നിസ്കരിച്ചില്ല
അങ്ങനല്ല. നിസ്കാര അതിനെ പരിപൂർണ്ണ രൂപത്തിൽ നിസ്കരിക്കണം. നിസ്കരിക്കുമ്പോ ആണിങ്ങ ഒരു 2 സുന്നത്തുണ്ട് നിസ്കരിക്കുമ്പോ. അത് പാലനാക്കണം. ഞങ്ങൾ ഔത്തുള്ള നിസ്കരിക്കണമാ ഒരു നാൾ നിങ്ങൾ ഇപ്പൊ എല്ലാ നാളും പള്ളിക്ക് ജമാഅത്ത് വന്ന് നിസ്കരിക്കണം. അല്ലാഹു അങ്ങനെ ആക്കി തരും. ലാസ്റ്റ് തോലും അങ്ങനെ ആക്കി തരും. പക്ഷേ നിങ്ങൾ ഒരു നാൾ ഔത്തുൽ നിസ്കരിക്കണമായി വന്ന് പോകാനില്ല എങ്കിൽ ഡയറക്റ്റ് അല്ലാഹു അക്ബർ ഉണ്ടല്ല. പിന്നെ ഫസ്റ്റ് ഒരു ബാങ്ക് കൊടുക്കുക സുന്നത്തുണ്ട്. രണ്ടാമതായിട്ട് ഒരു ഇഖാമത്ത് കൊടുക്കുക സുന്നത്തുണ്ട്. അത് കല്ലിട്ടായിട്ട് ഇവിടെ നിസ്കരിക്കണമായി, അത് സുന്നത്ത്. ഇനി പെണ്ണുങ്ങ ബാങ്ക് കൊടുക്കണ്ട, പെണ്ണുങ്ങ ഇഖാമത്ത് കൊടുക്കുക സുന്നത്തുണ്ട്. ഇമാമിങ്ങ ചെന്നാൽ എന്തേ കൊണ്ടുണ്ടോ അപ്പൊ ഉമ്മമാർക്ക് അതെന്താ അങ്ങനെ ഞാൻ ഒരു ബാങ്ക് കൊടുത്തു അല്ല അല്ല അങ്ങനെ അങ്ങനെ നിങ്ങൾക്ക് അവിടെ പിന്നെ അങ്ങനെ കേൾക്കാറുണ്ട് അവിടെ തീന്തിനി പാട്ടി ഉസ്താദ് ഇട്ടെന്നാ ചെന്നേ ഉസ്താദ് നിങ്ങൾ നാട്ടിൽ പോണ്ടാറാ കേട്ടെ ഞങ്ങളെ കാണ്ടി ഹിരിയങ്ങല്ലേ അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. നാ ചിലപ്പോ പോവാ അപ്പൊ നാ ചൊന്നെ വാൾ ഇൻട്രസ്റ്റ് കിട്ടിയില്ലെങ്കിൽ പോവാറ് കണ്ടല്ലേ. നാ ചൊന്നെ ഇല്ല ഒരു ഗಂಟೆ മാത്രം വായിച്ചോട്ടെ ഉസ്താദ്, പിന്നെ ഞാൻ വാങ്ങി പാട്ട ഒക്കെ നേരാകിട്ട്. അപ്പൊ ഇനി നാ പുറകെ പോണ്ടില്ല. ഞാൻ ചൊന്നോട്ട് പറഞ്ഞ ഉമ്മ എന്തുകൊണ്ട് ഉമ്മ നിങ്ങൾക്ക് ബാങ്ക് വേണ്ട, ഇക്കാമത്ത് മാത്രം നിങ്ങൾക്ക് സുന്നത്ത് നിസ്കരിക്കുമ്പോ നിങ്ങൾ ജമാഅത്തായിട്ട് നിസ്കരിക്കാറുണ്ട് പേരിക്ക. അപ്പൊ നിങ്ങൾ ഔത്തുലു മാമി മർമോലെല്ലാം ഒട്ടിക്ക് ജമാഅത്തായി നിസ്കരിക്കാറ് പേരിക്ക. അങ്ങനെ നിക്കാലേ ഇണ്ട് തോൽക്കണ്ടാ നിങ്ങൾ കണ്ടെങ്കിക്കോ അല്ലാഹു തൗഫീഖ് തരട്ടെ. റമളാനിലിക്കോ അല്ലേ, റമളാനിൽ സുറൂത്ത് 5 നാലിക്കും, പിന്നെ 5 4 10 ആക്കിട്ട് വെടിഞ്ഞിട്ട് പിന്നെ നോക്കുമ്പോ മാമി മെല്ലെ ചൊല്ലു മർമോളിട്ട ബക്കറ്റ് നോക്കിട്ടാ ಸಂಚಾಲಕರು ನಾನು ರಾತ್ರಿ ಬೇಡ ಸಂಚಾಲಕರು ಬಂದು ಬಕೆಟ್ ಬಂದಿട്ട് സ്റ്റേജിಗೆ ಎತ್ತವಾಟಿ ಹೆಂಗೆ ತೀರ್ತಿಂಟರ್ತ ಉಮ್ಮ ಕೈಲಿ ಪೈಸೆ ಕೆಟ್ಟು ನೋಕರಲ್ಲ ಅಲ್ಲಾಹು ಬರಕತ್ ಕೊಡ್ಕಟ್ಟ ഇത്തരല്ല പൈസ വാങ്ങുന്ന സദസ്സിൽ ബക്കറ്റിൽ കിട്ടാ ജോക്കറ്റിൽ കിട്ടിയ പോലെ അല്ലാഹു കബൂലാക്കട്ടെ. അപ്പൊ 5 4 കഴിഞ്ഞിട്ട് മാമി ചേട്ടൻ മർമണ്ടട്ടാ ഇതിരി പിന്നെ എല്ലാം ബച്ചലുണ്ട് എന്ത് എന്റെ ಗೊತ್ತಿಲ್ಲ ಗ್ಯಾಸ್ ಒಲೆ ಇದೆ ನಾನು ಬೇರೆ ನಿಸ್ಕರಿಕಡೆ ನೀ ರೂಮ್ ನಿಸ್ಕರಿ ಅವಲೇ ഔത്തുൽ പെണ്ണിങ്ങ ജമാഅത്തായി നിസ്കരിക്കട്ടെ നല്ല ബർക്കത്തുമ്മ അത് നാദത്താക്കറോ നോക്കാം. എന്നിട്ട് അങ്ങനെ പെണ്ണിങ്ങ മാത്രം ജമാഅത്തായി നിസ്കരിക്കുമ്പോ അവിടെ ബാങ്ക് കൊടുക്കില്ല, അവിടെ കാലി ഇഖാമത്ത് മാത്രം സുന്നത്ത്. അപ്പ കേക്കണ്ട എന്റെ ഉസ്താദേ ഞങ്ങ ഒരു ബാങ്ക് കൊടുത്ത സാർത്ഥക്ക് എന്തായി പോയിട്ട് നിങ്ങൾ ആണിങ്ങ മാത്രം വലിയമാ ഞങ്ങൾ പെണ്ണിങ്ങ ചെറിയമാ ഇല്ല ഇല്ല പെണ്ണിങ്ങ വലിയങ്ങമേ ആയെങ്കിലും ബാങ്ക് ഒരു സ്വഭാവം ഉണ്ടു. ഇമാമീങ്ങ കിതാബിൽ എഴുതി വെച്ചിറാറ് ഇണ്ടുപോലും സുബഹിയുടെ പിന്നെ ഞാൻ എന്റെ ദർസിൽ പഠിക്കട മുത്തല്ലിമീങ്ങു അതേ മഹല്ലി കിതാബ് ഓതിക്കൊടുക്കുമ്പോ അതിൽ ബാങ്കയുടെ വിഷയത്തിൽ എഴുതി വെച്ചത് ഞാൻ എന്റെ മുത്തല്ലിമീങ്ങു ഓതി കൊടുത്തത് ഇപ്പൊ ഈ സദസ്സിൽ വാളുകളിലും നമുക്ക് നെനപ്പായോണ്ടുണ്ടു. ബാങ്ക് ഒരു സ്വഭാവം ഉണ്ട്. എന്തായി ടിക്കറ്റ് ബാങ്കയുടെ സ്വഭാവം അതേ ബാങ്ക് ചോറ് കൊടുക്കണോ, ഇഖാമത്ത് മെല്ലെ കൊടുക്കണോ, ബാങ്ക് ചോറ് കൊടുക്കണോ. അതേ ടൈമിലോ പെണ്ണിടെ സൗണ്ട് ഉണ്ടല്ലോ അന്യ ആണിങ്ങ കേക്കട രൂപത്തിൽ ചോറാവു തീറാ. അതുകൊണ്ട് പെണ്ണെ നീന് ബാങ്ക് കൊടുക്കണ്ട, നിസ്കരിക്കുമ്പോ ഇഖാമത്ത് കൊടു. കാലി ബാങ്ക് മാത്രമല്ല അനഗത്യായിട്ട് പെണ്ണിടെ സൗണ്ട് ഉണ്ടല്ലേ അത്യഗത്യം ഇന്നെങ്കിലൊരു കണക്ക് വേറെ, അത്യഗത്യം നിങ്ങളൊരു കണക്ക് വേറെ. ഒരാചാരം നടന്നുകൊണ്ട് കൊണ്ട് കണ്ണു കാണില്ല ബാവ എതിർള്ള കിണമുണ്ടു അവിടെ ആരും ചൊല്ലങ്ങില്ലേ. അപ്പുറത്തെ മൈമുനാഥ മാത്രം അവത്ര വായിൽ തുറന്നിട്ട് നോക്കിക്കൊണ്ടുണ്ടു. ഇപ്പൊ ഒപ്പിട്ടില്ല കണ്ടെങ്കില് ആചാരം എന്തൊക്കെ പോ. അപ്പൊ ഈ ഉമ്മ ഈമാൻ കൂടരെ എന്തോ എന്റെ സൗണ്ട് അന്യാണിങ്ങ കേൾക്കൂ തീറല്ലേ ഞാൻ ഉണ്ട വേണ്ട അയാളുടെ എന്ത് കിട്ടിട്ടായിത്തു അവിടെ അങ്ങനല്ല ഉമ്മ അവിടെ ഒന്ന് സൗണ്ട് ആക്കണോ. എന്താ കാരണം അയാളുടെ ജീവൻ രക്ഷിക്കണോ. നിസ്കരിക്കുന്ന ടൈമിൽ കണ്ടെങ്കിൽ പോലും അയാൾ ജീവൻ രക്ഷിക്കണല്ലേ ഇസ്ലാമ ഒന്ന് നിസ്കരിച്ചോണ്ടിരിക്കുമ്പോ മിത്രം കണ്ടെങ്കിൽ പോലും അതേ ടൈമിൽ അങ്ങനെ ഒന്നും അല്ല എങ്കിൽ നിങ്ങളെ ഒരു പൽക്ക പോലും അനഗത്യായിട്ട് അന്യാണ് കേൾക്കുക തീറാ. നിങ്ങൾ ജോറ് ഖുർആൻ ഓതുമ്പോ ശ്രദ്ധിക്കണു അന്യാനിങ്ങ നിങ്ങളെ ഓത്ത് കേൾക്കുക തീറാ. സുബ്ഹാനല്ലാഹ് ശരീഅത്ത് കോളേജിൽ പഠിച്ച പെണ്ണേട്ട് ചൊന്നിട്ടു അവള് പാസ്സായിട്ട് സനതെടുത്തിട്ട് പുറത്ത് വന്നെങ്കിൽ ഇടീ കുടുംബത്തങ്ങ സേരിട്ട് അതാ അവള് കുറെ നല്ല സന്മാന വയ്ക്കിടാറ്. ആ സദസ്സിൽ അവളുടെ സൗണ്ട് കേൾക്കുക തീറാത്തങ്ങ പോലെ മിക്കുവാറ്. എന്നിട്ട് ഓളുടെ നടുലതൈ പാട്ടിട്ട് മൈക്കോട് പാട്ടിട്ട് എല്ലാവർക്കും വേനായിട്ട് ദ്വാര പാട്ടിട്ട് ആമീന ചൊല്ലുപാട്ട് സ്വഭാവം ഇല്ലേ. അത് ഏത് ശരീഅത്ത് കോളേജ് ഇറങ്ങാക്കിയെങ്കും സമാ ആ പേരൊന്നു ചേന്താക്കി വയ്ക്കറൂ. അത് ശരീഅത്ത് കോളേജ് ഉണ്ട് ചൊല്ലുള്ള കാരണം അന്യ പെണ്ണിടെ പൽക്ക അത് ദിക്ർ ചൊല്ലതായെങ്കും സമ ഖുർആൻ ഓതുന്നതായെങ്കും സമ അന്യ ആണിങ്ങ കേക്കിട രൂപത്തിൽ ചോറ് ചൊല്ലുക തീറാ. ഇക്കട്ടെ നാ ചൊന്നോട്ട് വന്നു. അപ്പൊ പെണ്ണിങ്ങ നിസ്കരിക്കുമ്പോ ഇഖാമത്ത് കൊടുത്തിട്ട് നിസ്കരിക്കണോ, ആണിങ്ങ നിസ്കരിക്കുമ്പോ ബാങ്കും ഇഖാമത്തും രണ്ടും കൊടുത്തിട്ട് നിസ്കരിക്കണോ. ആ രൂപത്തിൽ ക്രമബദ്ധമായ നിസ്കാരം
ആൾക്കാരാ നിസ്കരിച്ചെങ്കിൽ എല്ലാ കെട്ടും കിളിഞ്ഞു പോയിട്ട്. ഞാനൊരു ചെറിയ ചരിത്രം ചൊന്നിട്ടു. ഇന്നത്തെ വാളുനിപ്പാട്ടണി എല്ലാരും ഒന്ന് തെച്ചബക്കറ്റ് ഒന്ന് എഞ്ചിനിക്കിടറാ, എല്ലാരും ഒന്ന് മുട്ട പറു നോക്കാ. നമുക്ക് ഇൻഷാ അല്ലാഹ് ഒരു 3 സ്വലാത്ത് ചൊന്നിട്ടു ഒരു ചെറിയ ദുആ ദുആർന്നിട്ട് ഇന്നത്തെ സദസ്സരെ നമുക്ക് പോണു. അർഹമുർ റഹീമീനായ അല്ലാഹ്, ഈ സദസ്സ് നീ ഞങ്ങളുടെ ഭാഗത്ത് കബൂലാക്ക് റഹ്മാനേ. ഞങ്ങളെ ഈ മജ്ലിസ് ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസായിട്ട് നീ കബൂലാക്ക് അല്ലാഹ്. ഈ സദസ്സ് കാരണം ഞങ്ങളെ ദുനിയാവും ഞങ്ങളെ ആഖിറവും നീ സലാമത്താക്ക് റഹ്മാനേ. പെങ്ങളെ ആണമക്കളൊട്ടം ചൊല്ല്, പെണ്ണമക്കളൊട്ടം ചൊല്ല്. ഞങ്ങളെ മങ്ങിലത്തെ നിർദ്ധാര എടുക്കണായ ഞങ്ങളെ ഉമ്മ ബാപ്പന്മാർ കൗട്ടുംബിക ജീവന വിഷയായതുകൊണ്ടു ഞാനൊരു ചെറിയ ചരിത്ര ഇണ്ടു ചൊന്നിട്ട് ബാക്കി നന്റെ നാലത്തെ വാളും എടുത്തു വയ്ക്കടേ. അതേ സയ്യിദത്തുനാ ബീവി ഫാത്തിമത്തു സഹ്റാ. എല്ലാവരും മുട്ട പറഞ്ഞു നോക്കെ. ബിസ്മില്ലാഹ്. ഫാത്തിമത്തു സഹ്റാ റളിയല്ലാഹു അൻഹ. നടുന്നുമ്പല, കൈക്കാലിന് നുമ്പല, മുട്ടുനുമ്പല എന്തിനെ മാത്രം കൊണ്ടുണ്ടല്ല നടുന്നുണ്ടല്ലേ. അങ്ങനെ ആരെങ്കിലും ഇന്നെങ്കിൽ അവിടെ കുറിച്ചിലേക്കുറി ഇടങ്ങേറാവണ്ട. പാലക്കാരൻ എല്ലാവരും എതിർക്കുന്നു. വാതറ സദസ് നിപ്പാട്ടുമ്പോ ടൈമിലും ഒന്ന് ദ്വാർന്നിട്ട് തടി മുട്ടായിട്ട് കൽബ് മുട്ടായിട്ട് പരസ്പരം കണ്ടിട്ടറിഞ്ഞിട്ട് കണ്ണിട തന്നിട്ട് പാട്ടിട്ട് ദ്വാർന്നിട്ട് പോകണം. അല്ലാഹുവേ ഞങ്ങളെ സദസ് നീ ഖബൂലാക്ക് റഹ്മാനേ, നീ സ്വീകരിക്കു റഹ്മാനേ, ഇജാബത്തുള്ള സദസ്സാക്ക് റഹ്മാനേ. ഓ മക്കളെ, മങ്ങിലത്തെ നിർദ്ധാര എടുക്കണായത് ഉമ്മ ബാപ്പമാർ അങ്ങ് ഒരു ചാൻസ് കൊടുക്കുക മറക്കണ്ട. നിന്റെ പെണ്ണിടെ നീന മാത്ര സെലക്ട് ആക്കണ്ട. പെങ്ങളെ നിന്റെ പുതിയ ആപ്പിളുടെ നീന മാത്ര സെലക്ട് ആക്കണ്ട. പെങ്ങളെ നിന്റെ ചൊല്ലട്ട നീന് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ തിരുగు പറയണു. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയും അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു തങ്ങളും മങ്ങിലത്തെ ചരിത്രം ഉണ്ടല്ലേ, അത് ഒരു നാളത്തെ വാളുകൊണ്ട് തീർക്കുള്ളതല്ല. ഇൻഷാ അല്ലാഹ് റബ്ബ് തൗഫീഖ് തന്നെങ്കിൽ, അല്ലാഹു ആയുസ് നിർച്ച പോലെ തന്നെങ്കിൽ, ആഫിയത്ത് തന്നെങ്കിൽ, ഏതെങ്കിലും ഒരു സദസ്സിൽ വെച്ചിട്ട് ഫാത്തിമ ബീവിയുടെ അലി റളിയല്ലാഹു അൻഹുമാടും മങ്ങിലത്തെ വിഷയം മാത്രം ഒരു 4 ടോപ്പിക് ചൊന്നിട്ട് ചൊല്ലുക മനസ്സുണ്ടു. അല്ലാഹു തൗഫീഖ് തരട്ടെ. ലൈബില് കൊടുക്കുമ്പോ നിങ്ങൾ എല്ലാവരും കേൾക്കണു. അതിൽ ചെമ്മ പഠിക്കണായ വിഷയമുണ്ട്. അത് ഫുള്ളായിട്ട് ഇണ്ട് ചൊല്ലുക ടൈമില്ല. ഇമാം ഇസ്മാഈലുൽ ഹിഖ്ൽ ബറൂസമി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങ തഫ്സീർ റൂഹുൽ ബയാനിൽ ഇന്നത്തെ വാളറ സ്റ്റാർട്ടിംഗിൽ ഞാൻ ഓതി വെച്ച ആയത് ഹുവല്ലദീ ഖലഖ മിനൽ മാഇ ബശറൻ ഫജഅലഹു നസബൻ വസ്വിഹറാ വകാന റബ്ബുക ഖദീറാ. ആ ആയത്തിന്റെ തഫ്സീറിൽ ഈ ചരിത്രം എഴുതി വെച്ചത് കണ്ട് ഹിജ്റ 2ാമത്തെ വർഷ ചരിത്രത്തിൽ മറക്കാവാത്ത വർഷമായിട്ട് കിട്. ഹിജ്റ 2ാമത്തെ വർഷ ഉമ്മമാരെ ദീന്റെ ಬಗ್ಗೆ ചെമ്മ പഠിക്കണു. ഹിജ്റ 2ാമത്തെ വർഷത്തിലായിട്ട് കിട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരുസത്ത മോളായോ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ മങ്ങിലാവടോ. പുതിയാമ്പുലാറ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ചെമ്മ ആളുക മനസ്സിന്ത് ഫാത്തിമ ബീവിയുടെ മങ്ങിലാവണു. എന്തേ കാരണം? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരുസത്ത മോളല്ലേ സയ്യിദത്തുനാ ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹാ ചെമ്മാലുക മനസ്സിന്ത് അണ്ട് ഫാത്തിമ ബീവിയുടെ വയസ്സെത്തര 15 വർഷ മങ്ങിലാവുമ്പോ ഫാത്തിമ ബീവിയുടെ വയസ്സെത്തര 15ാമത്തെ വയസ്സ്. പുതിയാമ്പുലായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു തങ്ങളെ വയസ്സെത്തര 21 വയസ്സ്. അപ്പൊ മാപ്പല പെഞ്ഞയുടെ നടുലുള്ള ഏജറ അന്തര എത്തര, ഏജറ ഡിഫറൻസ് എത്തര? കാലി 6 വർഷ. പോണേല് 18 10 21 ചെമ്മ ഡിഫറൻസ് പറകു തീറാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങം ഖദീജ ബീവിയും അങ്ങനെ ആയതിനെ പിറവുలు ചെമ്മ ചരിത്രങ്ങൾ വേറെ ഉണ്ട്. അതേ ടൈമിൽ അലി റളിയല്ലാഹു അൻഹു ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ ഈ പുതിയ പെണ്ണിന്റെ നടുലുള്ള ഏജര അന്തരയത്തര കാലി 6 വർഷം മാത്ര. പുതിയ പെണ്ണ് ഫാത്തിമ ബീവിയുടെ കാട്ടി പുതിയാമ്പലായ അലി റളിയല്ലാഹു അൻഹു 6 വർഷ യാറാ. എന്നിട്ടതാ മങ്ങില നടക്കിട്. അന്റെ മങ്ങിൽ തണ്ടത്തെ ദാവത്ത് എന്തോ ആടാ ഇട്ടിക്കിടെ മങ്ങിൽ തണ്ടത്തെ ദാവത്ത് അല്ലാണ്ട് ലൈമട സർബത്തും സമൂസ കൊടുത്തിട്ട് തീർത്തതല്ല. സരള വിവാഹ വേണ്ടാണ്ടല്ല ചൊന്നോണ്ടല്ലോ. അതേ ടൈമിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ തിർസത്ത മോളായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ മോല മങ്ങിൽ തണ്ട റായത്തങ്ങ കൊടുത്ത ദാവത്ത് ആട ദാവത്തായിട്ടുണ്ട്. എന്നിട്ടതാ ആ മങ്ങിലാവുമ്പോ
സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തങ്ങൾക്ക് മനസ്സുണ്ടു ഫാത്തിമയുടെ ഒന്ന് നക്ക് മങ്ങിലായെങ്ക. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തങ്ങൾക്ക് മനസ്സുണ്ടു ഫാത്തിമയുടെ ഒന്ന് മങ്ങിലായെങ്ക റളിയല്ലാഹു അൻഹ. പക്ഷേ കേക്കിടാറ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുട്ട വന്നിട്ട് അപ്പ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ചൊല്ലു, നാന് നോക്കുടെ അതൊരു ഖളാ ഉണ്ടല്ലേ, റബ്ബിടെ തീരുമാനം വരണല്ലേ. ആ റബ്ബിടെ തീരുമാനം വന്നിട്ടാവണു ഫാത്തിമയുടെ അബൂബക്കർ തങ്ങൾക്ക് മങ്ങിലാക്കണ, ഉമർ റളിയല്ലാഹു അൻഹു തങ്ങൾക്ക് മങ്ങിലാക്കണ, അതല്ല വേറെ ആളുകൾ മങ്ങിലാക്കണ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങം വന്നിട്ട് അലി റളിയല്ലാഹു അൻഹുടെ ചൊല്ലു, അലിയേ ഞങ്ങ രണ്ടാളും തങ്ങളൊട്ട കേട്ട പക്ഷെ നടന്നില്ല, നിങ്ങൊന്ന് കേട്ടു നോക്കറുന്നൊക്ക. ചിലപ്പോ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ നിങ്ങൾക്ക് മങ്ങിലാക്കി തരുവല്ലേ. അലി റളിയല്ലാഹു അൻഹു അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുട്ട പോയിട്ട് ചൊന്തു, നബിയേ ഫാത്തിമയുടെ നക്കൊന്നു മങ്ങിലാക്കി തണ്ടാറാ റളിയല്ലാഹു അൻഹ. നബി തങ്ങ കേട്ടിട്ട് നിന്റെ കയ്യിൽ നിങ്ങളെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടാ? അലി റളിയല്ലാഹു അൻഹു ചൊന്തു, ഒരു കുതിര ഉണ്ട് നബിയേ, ഒരു പടയങ്കി ഉണ്ട് നബിയേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്തു, കുതിര നിങ്ങൾക്ക് വേണല്ലേ, അത് വാഹനല്ലേ, നിങ്ങൾക്ക് ചെമ്മമോത്ത് പോയി പറകു നിങ്ങൾക്കൊരു ഗാഡി വേണല്ലേ, ഒരു വാഹന വേണല്ലേ, അതുകൊണ്ട് കുതിര നിങ്ങമേ പിടിച്ചോളൂ. പടയങ്കി ഉണ്ടല്ലേ, അത് നിങ്ങ വിക്കൊറു, അതിൽ വിത്തിട്ട് കിട്ട പൈസ ഉണ്ടല്ലേ, അതേ 480 വെള്ളി നാണ്യ കിട്ട്, അത് കിട്ടിട്ട് നിങ്ങ കൊമ്പറൂ, അത് വിത്തിട്ട് ആ പൈസ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുട്ടകാന്നിട്ട് അലി റളിയല്ലാഹു നബി തങ്ങളെ സല്ലല്ലാഹു അലൈഹി വസല്ലം മടിയില് ബൈക്കിട്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ മോൾഡട്ട ഒരു അഭിപ്രായം കേക്കിട്, മങ്ങിലാക്കുമ്പോ അപ്പകെ നിർദ്ധാര എടുക്കട ജവാബ്ദാരി ഉള്ള സമ, ഉമ്മകെ നിർദ്ധാര എടുക്കട ജവാബ്ദാരി ഉള്ള സമ. ആയെങ്കിലും ഒരു നല്ല വിഷയ ചൊല്ലട്ട, അത് കട്ടായാട്ടല്ല ചൊല്ലു, അത് മസ്റ്റല്ല ചൊല്ലു, അത് കമ്പൽസറി അല്ല ചൊല്ലു. പക്ഷേ അങ്ങനെ ഒന്ന് മോല മങ്ങിലത്തെ ടൈമോല് ശ്രദ്ധിച്ചെങ്കിൽ ആ മോലും ആപ്പിളിന്റെ ഔത്തുൽ ചെമ്മ സുഖത്തിലേക്ക് ചാൻസിക്കൂ. അതെന്ത്ര കൊണ്ടുണ്ട ഒരു പൊതു പറയുമ്പോ അവളുടെ കൂടി ഒരു ചെറിയ അഭിപ്രായം കേൾക്കുന്നത് വിരോധ ഇല്ല. കാരണം എന്തോ അവളുടെ കൽബുലിക്കുവല്ലേ 5 വഖത്ത് കറക്റ്റ് നിസ്കരിക്കട മാപ്പില വേണു, പള്ളിക്ക് ജമാഅത്തേക്ക് പോണ്ട മാപ്പില വേണു, ഇതുപോലെ നല്ല ദീനക്ക് ഖിദ്മത്ത് എടുക്കണം പോലത്തെ മാപ്പില ആവണു. ഗാഞ്ചത്തവണാവുക തീറാ, ഫിത്നത്തവണാവുക തീറാ. അങ്ങനെ ചിലപ്പോ അവളുടെ കൽബുൽ അങ്ങനത്തെ ഒരു ചിന്തയിക്കുവല്ലേ, എങ്കിൽ അതിന് നിങ്ങൾ ഒരു റെസ്പോൺസ് കൊടുക്കണല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ ഒരു അഭിപ്രായം കേക്കിട്, ഫാത്തിമ നിങ്ങളെ നാണ് അലി റളിയല്ലാഹു അൻഹു മങ്ങിലാക്കി കൊടുക്കുക വിചാരിച്ചിറ, അതിന് നിങ്ങളെ അഭിപ്രായം എന്തോ? അല്ലാഹുടെ തീരുമാനം അങ്ങനെമേ ഉണ്ട് ഫാത്തിമ. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹു കൊന്തു അലി തങ്ങ വെറും ഫഖീർ കൊന്തു. പാവത്തെ സ്വഹാബി അലി റളിയല്ലാഹു വലിയ ലക്ഷാധിപതിയല്ല, പൈസത്താലല്ല, ഫഖീറായ അലി റളിയല്ലാഹു അൻഹുടെ ഔത്തുകായിട്ട് കിടു നബി തങ്ങളെ പിർസത്ത മോല് വാങ്ങിട്ട് പോണ്ടു. ഫാത്തിമ ബീവിക കൊന്തിന്നിട്ട് പോലും ഫാത്തിമ ബീവി ജന്തു അല്ലാഹുടെ തീരുമാനം അങ്ങനെ ഉണ്ടായെങ്കിൽ, നന്റെ ബാപ്പായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തീരുമാനം അങ്ങനെ ഉണ്ടായെങ്കിൽ നടക്കട്ട് ബാപ്പാ, അലി തങ്ങളെ നക്ക് ഇഷ്ടായിട്ട് ബാപ്പാ. ഇനി അതാ മങ്ങില നടക്കിടറങ്ങായിട്ട് കിട്, അത് എന്ത് ചൊല്ലുക നേരെയില്ല. ഇതിന്റെ ബാക്കി ഞാൻ നെക്സ്റ്റ് വാതിൽ ചൊല്ല. അലി റളിയല്ലാഹു അൻഹു ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ മങ്ങിലത്തെ ദൃശ്യ അല്ലാഹുവേ, ഈ ദുനിയാവിലും ഞങ്ങാരും അങ്ങനെ കണ്ടിട്ടില്ല, ഞങ്ങൾക്കൊരാശ ഉണ്ടു. സ്വർഗത്തിൽ അലി റളിയല്ലാഹു അൻഹു കാണണോ, ഈ വെച്ചിട്ടുള്ള ഉമ്മമാർക്ക് ഒരാശ ഉണ്ട്. സ്വർഗത്തിൽ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ കാണണം. റബ്ബേ, ആ 2 മഹാന്മാരെ ചരിത്രയുടെ ഒരു ചെറിയ ഭാഗം ഇന്നത്തെ വാള് നിപ്പാട്ടുമ്പോ ചൊന്നത് കൊണ്ടിട്ടു കേട്ടത് കൊണ്ടിട്ടു ഞങ്ങൾക്ക് നീനത് തൗഫീഖ് താ അല്ലാഹ്, ഈ സദസ് നീനത് കാരണാക്കി താ അല്ലാഹ്. സ്വർഗത്തിൽ വെച്ചിട്ട് അങ്ങനെ കാണുകയുള്ളു, നല്ല ഒരു അവസ്ഥ കിട്ടുകയുള്ളു, ഒരു നല്ല ജീവന മാതരി യോഗ്യമായ ജീവന നയിക്കുക. ഈ സദസ്സിലുള്ള ഞങ്ങൾക്കും ഞങ്ങളെ നങ്ങാക്കിയ ഞങ്ങളെ ഉമ്മ ബാപ്പന്മാർ ഉസ്താദുമാർ പിന്നെയും ഒക്കെ ശിഷ്യന്മാര് പിർസവെട്ടങ്ങ ഞങ്ങളെ സഹായിക്കിടങ്ങ, ഞങ്ങളെ ദർശന സഹായിക്കിടങ്ങ. എല്ലാവർക്കും നീ തൗഫീഖ് താ അല്ലാഹ്. ഒരു 3 സ്വലാത്ത് ചൊല്ലിട്ടു
ഒരു ചെറിയ ദ്വാർന്നിട്ട് നമുക്ക് പോകാം. ഇന്നലെ ഒരാൾ കോളാക്കിട്ട് ചൊന്തു ഞങ്ങളെ മൂടുബിദ്രലുള്ള വീട്ടിൽ ഹനീഫാക്ക ചൊന്നിട്ട് ഒരാളുണ്ട്. അയാൾ ചൊന്തു ഉസ്താദേ ദേരളകെട്ട ഭാഗത്തില് മൈക്കാലത്തില് ഒരു ആക്സിഡന്റ് ആയത് കേട്ടാറാ, അത് നന്റെ പിഞ്ഞയുടെ യെലോലോ ഉസ്താദേ നന്റെ മച്ചിഞ്ചി അങ്ങനെ ബൈക്കിൽ പോകുമ്പോ അവിടെ അതാ ഗുലിക പോന്നപ്പം അവള് തിരിച്ചു പോന്നാള് പെറവിൽ നിന്ന് ടിപ്പർ വന്നിട്ട് അതാ മേലികേക്കും പോയിട്ട് മറിച്ചാൽ ഉസ്താദേ ആ തടി നോക്കുക ഞങ്ങളെ കൊണ്ടായില്ലേ, നിങ്ങളെ ദർസിൽ പഠിക്കട 60 മുതാലിമീങ്ങൾ ഉള്ളാറില്ലേ അങ്ങനെ കൊണ്ടിട്ട് 1 കാണ്ടി യാറ ഖത്മങ്ങ ഓതിട്ട് വിക്രങ്ങ ചൊല്ലുപാട്ടിട്ട് ആ സദസ്സിൽ വെച്ചിട്ട് അവൾക്ക് പേനായിട്ടൊന്നത് ആർക്കണോ ആ ചൊന്ന എനക്ക് 4 ജോക്കറ്റൽ വാളുണ്ട്, ജോക്കറ്റയുടെ വാളറ സദസ്സിൽ അത് ആർക്കടെ പേര് റഹ്മത്ത് ഉണ്ട്. അങ്ങനെ എന്താ ചൊന്ന പോലെ ആയിട്ട് അല്ലാഹുവേ നീ ആ പെങ്ങു നീ പുറത്തു കൊടുക്കും റഹ്മാനെ, മഗ്ഫിറത്ത് കൊടുക്കും റഹ്മാൻ.